ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്ന SITയുടെ കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾക്കായി കൂടുതൽ പരിശോധന നടത്താനാണ് നീക്കം. പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് തന്ത്രിയാണെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട്. തന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മെഡിക്കൽ കണ്ടീഷൻ മൂലം ആശുപത്രിയിൽ കഴിയുകയാണ്, ICUവിൽ കഴിയുകയാണ്. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള SITയുടെ പരിശോധന പുരോഗമിക്കുകയും ചെയ്യുന്നു. ചർച്ചയിൽ ജേക്സി തോമസ് CPM, ശങ്കുട്ടിദാസ് BJP, PND നമ്പൂതിരി യോഗക്ഷേമ സഭ, PK സജീവൻ മലയരയ മഹാസഭ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ശങ്കുട്ടിദാസ്, ഈ കേസിൽ മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ ആളുകളടക്കം 10 പേർ അറസ്റ്റിലായപ്പോൾ ഉള്ള ഒരു പ്രതികരണമല്ല തന്ത്രി അറസ്റ്റിലായപ്പോൾ ഉണ്ടാവുന്നത്. തന്ത്രിയെപ്പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അന്വേഷണ സംഘം മുമ്പിൽ വന്ന കാര്യങ്ങൾ ഇഴകീറി പരിശോധിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. ഇത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന കേസന്വേഷണമാണ്. ഒരു ഘട്ടത്തിലും ദേവസ്വം ബെഞ്ച് ഈ അന്വേഷണ സംഘത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടുമില്ല. ആ SIT ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒന്ന് പതുങ്ങുന്നത്, സ്വരമൊക്കെ ഒന്ന് മൃദുവാവുന്നത്? നോക്കൂ, തന്ത്രി അറസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ അത് ശരിയല്ലെന്നോ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നോ അത് തെറ്റായിപ്പോയെന്നോ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനി ആരുടെയെങ്കിലും ശബ്ദത്തിൽ ഒരു മയങ്ങലോ അല്ലെങ്കിൽ ഒരു പതുങ്ങലോ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് തന്നെയായിരിക്കാം സർക്കാർ ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിൽ 2 വശങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇതിന് നിയമപരമായിട്ടുള്ളൊരു വശമുണ്ട്, ഇതിന് രാഷ്ട്രീയമായിട്ടുള്ളൊരു വശമുണ്ട്. അല്ല, നിയമപരമായിട്ടുള്ള വശം അവർ കൊടുത്തിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ക്രിമിനൽ ഒമിഷൻ ഉണ്ടായി. അദ്ദേഹത്തിന് അവിടെ നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം അറിയാമായിരുന്നു. എന്നിട്ടും അത് എതിർക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന് തടയാൻ സാധിക്കുമായിരുന്നു. അതിൽ അദ്ദേഹം വിയോജിപ്പ് പോലും രേഖപ്പെടുത്താതിരുന്നു. അങ്ങനെ ആ ഒരു വലിയ കുറ്റകൃത്യം അവിടെ നടക്കാനുള്ള മൗനാനുവാദം നൽകി എന്നുള്ളതാണ്. അത്തരത്തിൽ തന്ത്രിയെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഈ കുറ്റകൃത്യവുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ഇൻട്രഗേഷൻ നടത്തിയിട്ട് ഇതുമായി കൂടുതൽ തെളിവുകൾ സമാഹരിക്കാൻ അറസ്റ്റ് ആവശ്യമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയാണ്. ന്യായമായിട്ടും അതൊരു ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു ആവശ്യം അദ്ദേഹത്തിന് ഉന്നയിക്കാവുന്നതാണ്. നിയമപ്രകാരം അത്തരത്തിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ചോദ്യം ചെയ്യലിൽ അങ്ങനെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ ഇൻട്രഗേഷൻ ആവശ്യപ്പെടാവുന്നതാണ്. ആ കാര്യത്തിലൊന്നും ആരും തർക്കം ഉന്നയിക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടെങ്കിൽ, ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. സാധാരണ ഒരാൾ കുറ്റം ചെയ്യുന്ന പോലെ എല്ലാവരും ക്ഷേത്രത്തിലെ തന്ത്രി തന്നെ ആ കുറ്റത്തിൽ പങ്കാളിയാവുന്നത്. കാവൽക്കാരൻ കക്കുന്നത് സാധാരണ ആൾ കക്കുന്ന പോലെയില്ല. അതിന് ഇരട്ടി ശിക്ഷ വേണം. കാരണം അതിൽ കളവ് മാത്രമല്ല, അതിൽ വിശ്വാസവഞ്ചനയുണ്ട്. വലിയൊരു വിശ്വാസ സമൂഹം അയ്യപ്പൻ്റെ ഒരു പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ പ്രതിപുരുഷനായിട്ടോ ഒക്കെ സങ്കല്പിക്കുന്ന ശബരിമലയിലെ താന്ത്രികമായിട്ടുള്ള ആരാധനാ പദ്ധതികളുടെ ഒരു സംരക്ഷകനായി കരുതുന്ന അവിടെ തന്ത്രിയുടെ ഒരു മേൽനോട്ടം ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ അനധികൃതമായിട്ടുള്ളതോ വലിയ കുറ്റങ്ങളോ ഒന്നും അവിടെ നടക്കില്ലെന്ന് വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ അദ്ദേഹം ഇനേബിളർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടുത്ത ശിക്ഷ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും ഒരു സംശയമില്ല. ഇന്ന് BJPയുടെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ NDAയുടെ പത്രസമ്മേളനമാണ്. എല്ലാ മുതിർന്ന നേതാക്കളും, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള കുമ്മനം രാജശേഖരൻ, K സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, അതേപോലെ തന്നെ BDJSന്റെ അധ്യക്ഷനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി, ഇവരെല്ലാവരും പങ്കെടുത്തിട്ടുള്ള പത്രസമ്മേളനത്തിലും തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തർക്കവും അവരാരും ഉന്നയിക്കുന്നില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അദ്ദേഹത്തിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. തന്ത്രിയുടെ വസതി സന്ദർശിച്ചത് BJPയുടെ അവിടുത്തെ ആ പ്രദേശത്തെ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയാണ്. K സുരേന്ദ്രന്റെയും അതുപോലെ തന്നെ കുമ്മനം രാജശേഖരന്റെയും പ്രതികരണങ്ങൾ ആചാരലംഘനമാണ് കുറ്റമെങ്കിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണ്ടേ എന്ന് K സുരേന്ദ്രൻ ചോദിക്കുന്നു. തന്ത്രിയെക്കുറിച്ച് ഈ തരത്തിൽ ഇത് ശ്രദ്ധ മാറ്റാനാണോ എന്ന സംശയം കുമ്മനം രാജശേഖരൻ പ്രകടിപ്പിക്കുന്നു. പ്രകടമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തെറ്റായി എന്ന് പറഞ്ഞില്ലെങ്കിലും വരികൾക്കിടയിലൂടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ചില നേതാക്കളെങ്കിലും. അല്ല, അവർ പറഞ്ഞത് അതല്ല. അങ്ങ് അവർ പറഞ്ഞത് മനസ്സിലാക്കിയത് തെറ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ സന്ദീപ് വചസ്പതി തന്ത്രിയെ വീട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനമല്ല. അദ്ദേഹം പ്രദേശവാസിയാണ്, ചെങ്ങന്നൂരുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലാണ് തന്ത്രിയുടെ വീട് ഉൾപ്പെടുന്നത്. അവർ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും നല്ല അടുത്ത ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരായുകയും ചെയ്തു. അല്ലാതെ അവിടെ പോയിട്ട് തന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ അദ്ദേഹത്തിന് വേണ്ടി നിയമപരമായിട്ടുള്ള പോരാട്ടം BJP ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള കാര്യമല്ല. അത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ഈ പറയുന്ന പോലെ ഒരു സുജന മര്യാദ എന്നുള്ള രീതിയിൽ ആ പ്രദേശവാസിയായിട്ടുള്ള ആ കുടുംബമായിട്ടുള്ള ബന്ധമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ പോയതാണ്. അദ്ദേഹം മാത്രമല്ല പോയിട്ടുള്ളത്. അദ്ദേഹം പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള D വിജയകുമാർ, അയ്യപ്പസേവാ സമിതിയുടെ ചുമതലയിലിരിക്കുന്ന D വിജയകുമാർ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതികരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നാട്ടിലെ പ്രശ്നങ്ങളിൽ നടത്തുന്ന സുജന
മര്യാദകളായിട്ടേ കാണേണ്ടതുള്ളൂ. എന്നാൽ BJP യോട് ഉന്നയിച്ചത് ഇതിലെ രണ്ടാമത്തെ വിഷയമാണ്. ഞാൻ ആദ്യം പറഞ്ഞ നിയമപരമായിട്ടുള്ള വിഷയത്തിന് പുറമെ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള വിഷയമുണ്ട്. ആ വിഷയമാണ് BJP കെ സുരേന്ദ്രനാവട്ടെ കുമ്മനം രാജശേഖരനാവട്ടെ എന്ന് ഉന്നയിച്ചത്. അതെന്താണ്? അതായത് നമ്മൾ ഈ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ കാണുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഒക്ടോബറിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് സെപ്റ്റംബർ 10-ാം തീയതി ഇടപെടലിനെ തുടർന്ന് ഈ പറയുന്ന 2019 നടന്നിട്ടുള്ള ഒരു സ്കാമുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകുന്നു. ഒക്ടോബർ 3-ാം തീയതി അതിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നു. ആ ടീം ഇതുമായി ബന്ധപ്പെട്ട ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വവുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒന്നിനു പുറകെ ഒന്നായി അറസ്റ്റ് ചെയ്യുന്നു. ആദ്യം ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നീട് ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ ചുമതല വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഏറ്റവും അവസാനം CPM-ന്റെ നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള പത്മകുമാർ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ സർക്കാർ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുന്ന CPM-ന് പൊളിറ്റിക്കലി തന്നെ ഈ പ്രശ്നത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടിയും മറുപടി പറയേണ്ടിയും വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ പത്മകുമാറിന്റെ അറസ്റ്റ് നവംബർ 18-ാം തീയതി നടക്കുന്നതിന് ശേഷം പെട്ടെന്ന് അന്വേഷണം സ്റ്റാൻഡ് സ്റ്റിൽ ആവുകയാണ്. പിന്നീട് അങ്ങോട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. പിന്നീട് അറസ്റ്റുകളൊന്നും ഉണ്ടാവുന്നില്ല. അക്ഷരാർത്ഥത്തിൽ അന്വേഷണം മരവിപ്പിക്കപ്പെട്ടു എന്ന് ഹൈക്കോടതി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഡിസംബർ 3-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു, അന്വേഷണം മരവിച്ച നിലയിലാണ്, SIT അവരുടെ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്ന കാലാവധി. ഞാൻ മുഴുവൻ പറയട്ടെ. നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആഴ്ച എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ടൈം കൊടുത്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നീട്ടി കൊടുക്കുന്നു, കൂടുതൽ സമയം കൊടുക്കുന്നു. എന്നാൽ ആ ഒരു എന്താ പറയുക, നമ്മളെ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമാവുമ്പോഴേക്കും ഈ അന്വേഷണം ഏതാണ്ട് അവസാനിക്കുകയാണ്. അതിനുശേഷം പിന്നീട് അന്വേഷണത്തിന്റെ കോഴ്സ് മാറുകയാണ്. അവിടെ അതുവരെ പറഞ്ഞിരുന്നത് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ അതിനുശേഷമുള്ള കാലാവധിയിൽ ദേവസ്വം ബോർഡിനെ ചുമതല വഹിച്ചിരുന്ന PS പ്രശാന്ത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഈ പറയുന്ന ശങ്കർദാസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല? ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യ ഹർജി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ തള്ളുകയും ദയവന്റെ മുതൽ കട്ടിട്ടുള്ള ആൾക്ക് അങ്ങനെ ഒരു സംരക്ഷണത്തിന്റെ ആവശ്യമില്ലെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത്രയും ഗുരുതരമായിട്ടുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിട്ട് പോലും ശങ്കർദാസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥന്റെ പിതാവാണ്. അതേപോലെ തന്നെ CPM-ന്റെ നേതാക്കന്മാരായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഇതിന്റെ പൊളിറ്റിക്കൽ ആംഗിളിനെ പറ്റിയിട്ടുള്ള ചർച്ച അവിടെ അവസാനിക്കുകയും അവിടുന്ന് പെട്ടെന്ന് മുൻപ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുള്ള തന്ത്രിയെ വിളിച്ചു വരുത്തിയിട്ട് രണ്ടാമത് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ഡയറക്ഷൻ മാറ്റാനുള്ള ശ്രമമാണോ, അന്വേഷണത്തിന്റെ കോഴ്സ് മാറി പോവുകയാണോ, യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫോക്കസോ ഇതിന്റെ ശ്രദ്ധയോ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണോ നടക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ CPM ബാധ്യസ്ഥനാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രനെ ഇത് SIT ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. PS പ്രശാന്ത് എന്താണോ ഈ പറയുന്ന പത്മകുമാർ വഹിച്ചിരുന്നത്, എന്താണോ വാസു വഹിച്ചിരുന്നത്, അതേ പദവിയിൽ ഉണ്ടായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെതിരെ ഡയറക്ട്ലി ഹൈക്കോടതിയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഈ പറയുന്ന 2019 കറപ്ഷനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ മാതൃകയിൽ രണ്ടാമതും ഈ ക്രമക്കേടിനെ പറ്റിയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ടാമതും അങ്ങനത്തെ ഒരു സ്വർണ്ണക്കടത്ത് നടത്താൻ ഗൂഢാലോചന നടത്തി അതിൽ നേരിട്ട് പങ്കെടുത്തു. കവറപ്പിന് വേണ്ടിയിട്ടാണ് 2015 വീണ്ടും ഇത് മരാമത്തിന് കൊടുത്തതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോഴും PS പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, ശങ്കർദാസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഇവരൊന്നും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യത്തെ സബോട്ടാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി മറ്റൊരു ഹൈ പ്രൊഫൈൽ അറസ്റ്റ് നടത്തുകയും വിശ്വാസികളുടെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധ ആ അറസ്റ്റിലേക്കും ആ അറസ്റ്റ് മൂലം ഉണ്ടാകുന്ന ഒരു വിശ്വാസ പ്രതിസന്ധിയിലേക്കും കൊണ്ടുപോയിട്ട് അങ്ങേ പറഞ്ഞതുപോലെ ആദ്യമുള്ളൊരു അങ്കലാപ്പും മരവിപ്പും സൃഷ്ടിക്കുകയാണോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള രാഷ്ട്രീയ സംശയം അവിടെ ഉണ്ടാവുന്നുണ്ട്. അവിടെയും അത് പറയുമ്പോഴും വ്യക്തമാക്കുന്ന കാര്യം തന്ത്രി അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്നല്ല പറയുന്നത്. തന്ത്രിക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും പങ്കാളിത്തമോ എന്തെങ്കിലും ഉത്തരവാദിത്തം ശിക്ഷിക്കപ്പെടുകയും വേണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് ഈ ചർച്ചകളെ മുഴുവൻ ഒതുക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ പോലെ, പ്രശാന്തിനെ പോലെ, ശങ്കർദാസിനെ പോലെ CPM-ന് വേണ്ടപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയാണെന്നുള്ള സംശയം രാഷ്ട്രീയമായ ഗൂഢാലോചനയാണോ എന്ന സംശയം പല നേതാക്കളും BJP-യുടെ ഭാഗത്തു നിന്നും ഉന്നയിക്കുന്നുണ്ട്. ശരി, ഓക്കെ. ശ്രീ ജെയ്ക്സി തോമസ്, ഒരു ഫോക്കസ് ഷിഫ്റ്റ് ആണോ നടത്തുന്നത് എന്ന സംശയമാണ് BJP ഉന്നയിക്കുന്നത്. പല നേതാക്കളും ഇന്നത് പ്രകടമായി പറഞ്ഞു കണ്ടു. തന്ത്രി അറസ്റ്റിലായി, മന്ത്രി എവിടെ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ SITക്ക് ആ കാര്യത്തിൽ ഉത്തരം പറയേണ്ടി വരുമോ? അതിപ്പോ ഇതൊരു മലയാള പ്രാസ മത്സരമാണെങ്കിൽ തന്ത്രി മന്ത്രി എന്നുള്ള പ്രയോഗത്തിന് അർത്ഥം ഉണ്ടായിരിക്കും. പക്ഷേ ഇത് മലയാള പ്രാസ മത്സരവും ഒരു കലോത്സവ വേദിയുമല്ല. ഇത് SITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം ബഹുമാന്യനായ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന കാര്യഗൗരവത്തോടും വസ്തുതകളെയും മുൻനിർത്തിയിട്ടുള്ള അന്വേഷണമാണ്. അപ്പൊ പ്രാസം വെച്ചുള്ള കളിക്ക് കലോത്സവത്തിൽ റാങ്ക് കിട്ടുന്നത് പോലെ കോടതി മുറിയിലോ അന്വേഷണത്തിലോ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇരിക്കട്ടെ,
ബഹുമാനിയനായ BJP നേതാവ് പ്രതികരിച്ചു കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുകയും ശ്രദ്ധേയമായ അഭിഭാഷക പദവികളൊക്കെ അലങ്കരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഒന്നുമില്ലെങ്കിലും അദ്ദേഹം അഭിഭാഷക പദവി അലങ്കരിക്കുന്ന ആളാണല്ലോ. അദ്ദേഹം ഇത്തരത്തിൽ വളരെ സാധാരണക്കാരനായ ഒരു BJPയുടെ പ്രവർത്തകൻ വന്ന് ഉന്നയിക്കാൻ സാധ്യതയുള്ള വാട്ട്സപ്പ് സർവകലാശാലയിലെ ആരോപണങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കാൻ പാടുണ്ടായിരുന്നോ? യഥാർത്ഥത്തിൽ ഇപ്പോ ഒരു അന്വേഷണ സംഘം ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്നു. ഈ അറസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ ഇതേവരെ സംഭവിച്ച മറ്റ് അറസ്റ്റുകളോടൊന്നും തോന്നാതിരുന്ന ഒരു സംശയത്തിന്റെ ത്വര എന്തുകൊണ്ടാണ് ഈ സൂചിപ്പിച്ച മുൻ BJP സംസ്ഥാന അധ്യക്ഷന്മാർ മുതൽ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റ് വരെ തോന്നാൻ കാരണം അങ്ങനെ ഒരു സംശയത്തിന്റെ ത്വര SITയുടെ നേർക്കുണ്ടോ? അങ്ങനെ ഒരു സംശയത്തിന്റെ ത്വര SIT അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന നമ്മളുടെ നാട്ടിൽ ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ നേർക്കുണ്ടോ? ഉണ്ടെങ്കിൽ അന്നേരം വ്യക്തമാക്കണമായിരുന്നു. ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് ഇത്തരം ഒരു സംശയത്തിന്റെ ത്വര? ആങ്കർ ചോദിച്ചു, BJPയുടെ അവിടുത്തെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം വീട്ടിൽ പോയതിനെ അദ്ദേഹം സമീകരിച്ചത് എങ്ങനെയാണ്? അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതാവായിട്ടുള്ള ശ്രീ വിജയകുമാർ വീട്ടിൽ പോയില്ലേ? എന്നിട്ട് പറയുന്നു മന്ത്രി അദ്ദേഹത്തെ അറിയാമെന്ന് പറഞ്ഞില്ലേ? ഒരാളെ അറിയാമെന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ഈ അറസ്റ്റിന് ശേഷം, വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിൽ പോകുന്നതല്ല, ഈ അറസ്റ്റിന് ശേഷം അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുകയും ചെയ്യുന്നത് ഒരു സ്വാഭാവിക കാര്യമായിട്ടാണോ ബഹുമാന്യനായി BJP നേതാവ് കരുതുന്നത്? അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്ന D വിജയകുമാർ എനിക്കും ആങ്കർക്കും അറിയാൻ വയ്യാത്ത ആളല്ലല്ലോ. ചെങ്ങന്നൂർ ബൈ ഇലക്ഷനിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ മുഖമായി ആ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവിന്റെ പേരല്ലേ? അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് മാത്രമല്ലല്ലോ. അപ്പൊ കോൺഗ്രസുകാരും BJPക്കാരും വീട്ടിൽ പോയി രാഷ്ട്രീയമായി സങ്കുചിത രാഷ്ട്രീയം അങ്ങ് പറയാൻ ശ്രമിച്ചാൽ എനിക്ക് തിരിച്ചു പറയേണ്ടി വരും. കോൺഗ്രസിന്റെയും BJPയുടെയും ആലപ്പുഴയിലെ നേതാക്കന്മാർ വീട്ടിൽ പോയി കണ്ടു. ആ വീട്ടിൽ പോയി കണ്ടത് ഐക്യദാർഢ്യം അറിയിക്കാനല്ല, ആഭിമുഖ്യം അറിയിക്കാനല്ല, മറിച്ച് വീട്ടുകാരെ ആശ്വസിപ്പിക്കാനാണോ? എനിക്കറിയില്ല. BJP നേതാവ് എങ്ങനെയാണ് ഈ കേസിൽ SIT അറസ്റ്റ് ചെയ്ത ഒരാളുടെ വീട്ടിൽ പോയി കോൺഗ്രസ് BJP നേതാക്കന്മാർ ഇപ്പൊ സന്ദർശനം നടത്തുന്ന ആഗമന ഉദ്ദേശം ആശ്വസിപ്പിക്കലല്ല, ഐക്യദാർഢ്യ പ്രഖ്യാപനമല്ല, മറിച്ച് നിങ്ങൾ ആര് കുറ്റം ചെയ്താലും ഞങ്ങൾ നടപടിയെടുക്കും, ഞങ്ങൾ SITയോടൊപ്പം നിൽക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോയത്? എനിക്കറിയില്ല. BJP നേതാവ് അദ്ദേഹത്തിന്റെ അവസരത്തിൽ പറഞ്ഞാൽ മതി. പക്ഷെ ഇതൊക്കെ വാദിച്ച് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ എവിടേക്ക് പോയി? ഏറ്റവും ഒടുവിൽ പറയുകയാണ് ഈ കാര്യത്തിനകത്ത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിന്റെ അറസ്റ്റിന് ശേഷം സ്റ്റാഗ്നേഷൻ സംഭവിച്ചിരിക്കുന്നു അല്ലെ? അതാണ് എനിക്ക് തോന്നുന്നു ജാമ്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് പ്രയോഗിച്ച പ്രയോഗം. ഞാൻ സമ്പൂർണ്ണമായി പാണ്ഡിത്യമുള്ളൊരു നിയമ വിദ്യാർത്ഥിയല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ പ്രയോഗം കേരളത്തിൽ കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്തിരുന്നു മാത്രമല്ല കേരളത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾക്കും അവതാരകർക്കും അതോടൊപ്പം തന്നെ കേരളത്തിലെ സംഘടിത BJP കോൺഗ്രസ് പ്രതിപക്ഷത്തിനും താല്പര്യമുള്ള പ്രയോഗമായിരുന്നു അന്ന് സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായത്. അന്ന് ഞങ്ങൾ പറഞ്ഞു, പരിമിതമായ അറിവിൽ കോടതി മേൽനോട്ടം നടക്കുന്ന ഡിവിഷൻ ബെഞ്ച് ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകുമ്പോൾ മറ്റൊരു ബെഞ്ച് ഇത്തരം പ്രസ്താവന നടത്തുന്ന അനുചിതമാണോ എന്ന് നിയമ പണ്ഡിതർക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഞങ്ങൾ പങ്കുവച്ചിരുന്നു. എന്താ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് SIT സീൽ ചെയ്ത കവറിൽ എല്ലാ റെഗുലർ ഇന്റർവെല്ലിലും കൊടുക്കാറുള്ള അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഈ ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ച് വിധി പ്രസ്താവന നടത്തിയപ്പോൾ ഉപയോഗിച്ച പ്രയോഗം എന്താണ്? അങ്ങയുടെ അത്ര നിയമപാണ്ഡിത്യം എനിക്കില്ലെങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കുറച്ച് വാചകങ്ങൾ SITയെ കുറിച്ച് ഈ മേൽനോട്ടം വഹിക്കുന്ന കോടതി പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത്? The investigation is proceeding strictly in accordance with law and along the correct lines. ഒരു സംശയത്തിനും ഇടമില്ലാത്ത വണ്ണം ഡിവിഷൻ ബെഞ്ചിന്റെ മജിസ്ട്രേറ്റ് ന്യായാധിപ സംഘം പറഞ്ഞിരിക്കുന്നു, ഇൻവെസ്റ്റിഗേഷൻ നിയമപരമായും സത്യസന്ധമായും നിലയിൽ തന്നെ മുമ്പോട്ടേക്ക് പോകുന്നു. Merely because the SIT has at this stage focused on the transactions from the subject matter of the crime number 3700 മുതൽ പറയുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ ടു കണ്ടിന്യൂ ദ ഇൻവെസ്റ്റിഗേഷൻ മെറ്റിക്കുലസ്ലി ആൻഡ് ഫിയർലെസ്ലി uninfluenced by any external pressures or extraneous consideration. ഒരു ബാഹ്യ സമ്മർദ്ദത്തിനും വിധേയപ്പെടാതെ ശക്തമായി ഭയരഹിതമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ ഈ കോടതിയുടെ ആശീർവാദം, ഈ കോടതിയുടെ പ്രതികരണത്തിന് ശേഷമാണ് ഇപ്പൊ സൂചിപ്പിച്ച അറസ്റ്റിലേക്ക് വരുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ, ഏതെങ്കിലും ഒരു അറസ്റ്റിൽ ആഹ്ലാദമോ ഏതെങ്കിലും ഒരു അറസ്റ്റിൽ സങ്കടമോ സന്താപമോ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ CPIMനോ ഇല്ല. പക്ഷേ സവിശേഷകരമായ ഒരു അറസ്റ്റ് മാത്രം വരുമ്പോൾ തങ്ങൾ കെട്ടിപ്പൊക്കിയ സങ്കുചിത രാഷ്ട്രീയ ആരോപണങ്ങളുടെ അടിത്തറയും മേൽക്കൂരയും പൊളിയുമ്പോൾ ഇങ്ങനെ കടന്ന് നിലവിളിക്കാൻ പാടില്ല എന്ന് ലളിതമായ ഭാഷയിൽ കോടതി ഉത്തരവിനെ ഉദ്ധരിച്ച് തിരിച്ചു പറയേണ്ടതായിട്ട് വരും. അതാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശരി, ഓക്കെ, ഞാൻ വരാം ജയിക്ക്, വേഗം സ്റ്റുഡിയോയിലേക്ക് എത്തും. ശ്രീ PND നമ്പൂതിരി, ഇതിനു മുമ്പ് 10 അറസ്റ്റ് നടന്നു.
ഈ 10 അറസ്റ്റിലും ഇല്ലാത്ത എന്ത് സാഹചര്യമാണ് തന്ത്രി അറസ്റ്റിലാവുമ്പോൾ ഉണ്ടാകുന്നത്? തന്ത്രിക്ക് യോഗക്ഷേമ സഭ പിന്തുണയൊക്കെ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ഒരു അന്വേഷണ സംഘം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുകയാണ്. അവർക്ക് അറസ്റ്റ് അനിവാര്യമാണെന്ന് തോന്നിയപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തു. നിയമപരമായ മാർഗങ്ങളുണ്ടല്ലോ, തന്ത്രിക്ക് നിശ്ചയമായും നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ തേടാം, അദ്ദേഹം തേടുന്നുണ്ടാവും. അപ്പോൾ അന്വേഷണ സംഘം വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തുമ്പോൾ അതിനെതിരെ എതിരഭിപ്രായം ഉന്നയിക്കുന്നതിന്റെ സാങ്കത്യം എന്താണ്? അതായത് ഇന്നാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് നമുക്ക് കിട്ടണത്. റിമാൻഡ് റിപ്പോർട്ടിൽ എന്താ അലിഗേഷൻ അദ്ദേഹത്തിനെതിരെ? ആചാരലംഘനം നടത്തി തന്ത്രി. വലിയൊരു അലിഗേഷനാണ് കണ്ടുപിടിച്ചേക്കണം. ആചാരലംഘനം നടത്തി തന്ത്രി എന്നാണ് പറയുന്നത്. ആചാരലംഘനം നടത്തിയോ ഇല്ലയോ എന്നുള്ളത് ആരാ തീരുമാനിക്കണേ? ആചാര ലംഘനം നടത്തി എന്ന ചാർജസിലല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഈ പ്രതികളുമായി, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് കൂട്ടുനിന്നു. ഇതാണ് പ്രശ്നം. ആചാരലംഘനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന അറസ്റ്റ് മെമ്മോയിൽ പരാമർശമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആചാരലംഘനത്തിന് അറസ്റ്റ് ചെയ്യാൻ എന്തായാലും ഭാരത് നയ സംഹിതയിൽ വ്യവസ്ഥയില്ലല്ലോ. അദ്ദേഹം ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും സ്വർണ്ണപ്പാളികൾ നഷ്ടമാവുന്നതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ ആചാരലംഘനം തന്ത്രി നടത്തി, ഇങ്ങനെ സ്വർണ്ണപ്പാളി കടത്താനായിട്ട് മൗനാനുവാദം കൊടുത്തു എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞു വെക്കണേ. ഈ തന്ത്രി ആധ്യാത്മിക കാര്യങ്ങളുടെ ആചാര്യനാണ് ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട്. അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഒരു ബന്ധവുമില്ല. തന്ത്രിക്ക് ഒന്നും ചെയ്യാൻ ഒക്കില്ല. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വന്ന് നിൽക്കുന്നിടത്ത് തന്ത്രിക്ക് അത് കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം അതാണ് നമ്മുടെ ദേവസ്വം നിയമങ്ങളുടെയും ഒക്കെ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് അതിലൊന്നും ചെയ്യാനൊക്കില്ല. അതാണ് അവസ്ഥ. എനിക്ക് തോന്നുന്നു അങ്ങേ ആരോ തെറ്റിദ്ധരിപ്പിച്ചു തോന്നുന്നു ഈ പറഞ്ഞ അറസ്റ്റ് മെമ്മോയിൽ, അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അല്ലല്ല, ഞാൻ റിമാൻഡ് റിപ്പോർട്ട് കണ്ടിട്ട് തന്നെയാണ് പറയണത്. റിമാൻഡ് റിപ്പോർട്ട് കണ്ടിട്ട് തന്നെയാണ് ഞാൻ പറയണത്. വെറുതെ പറയണല്ല, തെറ്റിദ്ധരിപ്പിച്ചേക്കണമെന്നല്ല. ഇത് 13ാമത്തെ പ്രതിയാണ് ഇദ്ദേഹം. നേരത്തെ അതിൽ പറയുന്നു പ്രസിഡന്റും മറ്റു 2 മെമ്പർമാരും ഇതിൽ ഉത്തരവാദികളാണെന്നുള്ളത്. ആ 2 ഉത്തരവാദികളാണെന്ന് SIT കണ്ടുപിടിച്ച ആൾക്കാർ പുറത്ത് നിൽക്കുകയാണ്. തിരക്കിട്ട് തന്ത്രിയെ പിടിച്ച് അകത്തിട്ട് ഇതൊരു ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണെന്ന് ആർക്കാ മനസ്സിലാവാത്ത? അതിനുള്ള കടന്നുകയറ്റാണെന്ന് പറഞ്ഞുണ്ടാക്കാനാണെന്ന് ആണെന്ന് ആർക്കറിയാൻ പാടില്ലാത്ത? അല്ല, ഒരു അറസ്റ്റ് മെമ്മോ ഞാൻ വായിക്കാം. അപ്പോൾ അങ്ങേക്ക് ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി വരും തോന്നുന്നു. കട്ടിളപ്പാളികളും അനുബന്ധ പാളികളും ആചാരലംഘനം നടത്തി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് ഒന്നാം പ്രതിക്ക് ഒത്താശ ചെയ്ത് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും, ശ്രദ്ധിക്കണം, ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും തദ്വാര 1, 9, 10 പ്രതികൾക്ക് അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടായിട്ടുള്ളതായി വ്യക്തമായി അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളതിനാൽ ഈ കേസിലേക്ക് 13ാം പ്രതി രാജീവ് തന്ത്രി, കണ്ഠരർ രാജീവരുടെ അറസ്റ്റ് അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതാണ് പോലീസിന്റെ രേഖ. എന്ന് പറഞ്ഞാൽ ആചാരലംഘനത്തിനല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആചാരലംഘനം അവിടെ ഉണ്ടായി, അത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഇത് കൊണ്ടുപോകാൻ കൂട്ടുനിന്നു എന്നുള്ളതാണ് നിയമപരമായ ആചാരലംഘനാണ് പറഞ്ഞിരിക്കുന്നത്. ആചാരലംഘനം ആര് നിശ്ചയിക്കുന്നത്? തന്ത്രിക്ക് നിശ്ചയിക്കാൻ അധികാരമുള്ള പോർട്ട്ഫോളിയോയാണ് ആചാരം. ഓരോ ക്ഷേത്രത്തിലെ, ഇപ്പൊ ശാസ്താവിന്റെ അമ്പലമായാലും ശിവന്റെ അമ്പലമായാലും ഓരോ അമ്പലങ്ങളും വിഭിന്നങ്ങളാണ് ആചാരങ്ങൾ. ആ ആചാരങ്ങൾ നിശ്ചയിക്കാനുള്ള പരിപൂർണ്ണ അധികാരം തന്ത്രിക്കാണ്. തന്ത്രി ആചാരം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇന്ത്യൻ മൂർത്തിയുടെ ദേവന്റെ കാര്യങ്ങൾ, അമൂല്യമായ വസ്തുക്കൾ എടുത്ത് പുറത്തു കൊടുക്കാനുള്ള ആചാരമില്ലല്ലോ. അങ്ങനെ ഒരു ആചാരമില്ലല്ലോ. ഉണ്ടോ? അങ്ങനെ ഒരു ആചാരം നടത്താനുള്ള അധികാരം എന്തായാലും അലിഗേഷൻ ഇല്ലല്ലോ. അത് കൊണ്ടുപോയി കൊണ്ടുപോകാൻ പ്രസിഡന്റും മെമ്പർമാരെ അനുവാദത്തോടുകൂടി കൊണ്ടുപോയി തന്ത്രിക്ക് എന്ത് ചെയ്യാനും വെക്കും? ദേവസ്വം തന്ത്രിയുടെ പണി. അവിടുത്തെ കാര്യമാണ്. അല്ലാണ്ട് കട്ടളപ്പാളി നോക്കിയിരിക്കലല്ല തന്ത്രിയുടെ പണി. തന്ത്രിയുടെ ഒപ്പ് വേണം കൊണ്ടുപോകണമെങ്കിൽ. ദേവസ്വം ബോർഡിന്റെ ഇത് ഓരോ മാരി കാണിച്ചു വെച്ചിട്ട് തന്ത്രിയുടെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമുണ്ടോ? തന്ത്രിയുടെ അതല്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആചാര്യ കാര്യങ്ങളിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റത് അതേപോലെ ലംഘിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തപ്പോ അവിടെ സന്നിഹിതനായി അതേപോലെയുള്ള മഹസറിൽ ഒപ്പിട്ട ആളാണ് തന്ത്രി. അതല്ലാതെ അദ്ദേഹം എവിടെയോ എന്തോ ചെയ്തതല്ല. ഇത് കൊണ്ടുപോകാൻ ഒപ്പിട്ട് കൊടുത്ത ആളാണ് തന്ത്രി. ഇതല്ല ആചാരം, കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയണായിരുന്നല്ലോ. ഇതിന് പൊത്തം കൂട്ട് നിന്ന് പ്രസിഡന്റിന്റെ ഒപ്പം കൂട്ട് നിന്ന മെമ്പർമാർ ഉത്തരവാദിയാണെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരൊക്കെ അകത്ത് കിടക്കല്ലേ ഇപ്പോ? അതിലും വലിയ മുകളിലുള്ള കുറ്റവാളികളല്ലേ അവര്?
അവരൊക്കെ അകത്ത് കിടക്കല്ലേ ഇപ്പൊ ജാമ്യം പോലും കിട്ടാതെ. രണ്ടുപേര് പുറത്ത് മെമ്പർമാര് തൊട്ടിട്ടുണ്ടോ? അവരെ അറസ്റ്റ് ചെയ്യായിരിക്കും. അതൊക്കെ അന്വേഷണ സംഘമല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ അപ്പൊ അതാണോ പ്രശ്നം? ബാക്കി ദേവസ്വം ബോർഡ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്തതിൽ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്ത പ്രശ്നം കഴിഞ്ഞോ? റിമാൻഡ് റിപ്പോർട്ടിൽ ഇതൊന്നും പറയണില്ല. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്ത കഴിഞ്ഞോ? ഇത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ നൽകുന്ന ആദ്യത്തെ രേഖയാണ്. ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വരും. ഈ കേസിൽ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ തന്ത്രി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുക. അത് ചാർജ് ഷീറ്റ് കൊടുക്കണ്ടേ? ചാർജ് ഷീറ്റ് കൊടുക്കാൻ അന്വേഷണം പൂർത്തീകരിക്കണം. ആ അന്വേഷണം പൂർത്തീകരിക്കാൻ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് തന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കസ്റ്റഡിയൽ ഇന്റർഗേഷൻ ആവശ്യമുള്ളതുകൊണ്ടാണ് എന്തായാലും കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കാര്യങ്ങളൊക്കെ വ്യക്തമാവട്ടെന്നേ. അതിനു മുമ്പേ തന്ത്രി ഒരു നിഷ്കളങ്കനാണെന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണ് ഇപ്പോ അറസ്റ്റിലായിരിക്കുന്ന ഓരോ ആളുകളുടെയും സമുദായ അംഗങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, സമുദായ സംഘടനകൾ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, NSS, ഒക്കെ ഞങ്ങൾ ഇതാ ഇയാൾ നിഷ്കളങ്കനാണ് എന്ന് ഓരോ ആൾ അറസ്റ്റിലായ സമയത്തും പറഞ്ഞിരുന്നെങ്കിലോ? തെളിവുകളൊന്നുമില്ല. റിമാൻഡ് റിപ്പോർട്ട് വെച്ചല്ലോ ഒരു കേസിൽ വിചാരണ നടത്തുക. തന്ത്രിക്കെതിരെ അങ്ങനെ ഒരു അലിഗേഷൻസ് ഒന്നുമില്ല. ആധാര ലംഘനമാണ് പറഞ്ഞിരിക്കണേ. ഈ റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? കുറ്റപത്രമല്ലല്ലോ. നമുക്ക് പ്രതിഷേധിക്കാണ്ട് പറ്റില്ല. ഓക്കെ, അതാണ് വിളിച്ചു വരുത്തുക. ഉടനെ ചോദ്യം ചെയ്യാൻ എത്ര പേര് 2-3 പ്രാവശ്യം വിളിച്ചു വരുത്തിയിട്ടൊക്കെ 2-3 തവണ വിളിച്ചു വരുത്തി. നവംബർ മാസം മുതൽ പലതവണ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഞാനല്ലേ പറയുന്നത്. ഒരു വെൽ പ്ലാൻഡ് ആണ്, നമുക്ക് സംശയമില്ല. നമ്മൾ ആ അറസ്റ്റിനോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല. ശരി 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 ശ്രീ പി കെ സജീവൻ. ശരി 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 ശ്രീ പി കെ സജീവൻ, ഇവിടെ ഇപ്പോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ശബരിമലയിൽ സ്വർണ്ണമോഷണം നടന്നു. അത് വലിയ തോതിൽ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ് താനും. പക്ഷേ ദേവതയുടെ പിതൃസ്ഥാനത്ത് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള തന്ത്രി തന്നെ ആ മോഷണത്തിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ ആ മുറിവ് വലുതാക്കുന്നതോ ആ മുറിവിൽ ഉപ്പ് പുരട്ടുന്നതോ ആണ്. അത് വലിയ ഹൃദയവേദന ഉണ്ടാക്കുന്നതാണ് ആർക്കും, വിശ്വാസിയായ ആർക്കും. ഇവിടെ ഇപ്പോൾ തന്ത്രി ഈ കേസിലേക്ക് വന്നതോടുകൂടി ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന ചില സംശയ ചിന്തകളൊക്കെ വരുന്നത് നിഷ്കളങ്കമായിട്ടായിരിക്കുമോ? അതായത് തന്ത്രിക്ക് എങ്ങനെയാണ് അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാകാൻ കഴിയുന്നത്? അയ്യപ്പസ്വാമിയുടെ പിതൃസ്ഥാനീയനാകാൻ ഒരു തന്ത്രിക്കും കഴിയുകയില്ല. കാരണം അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായിട്ടുള്ള ആളുകൾ ആരാണെന്നുള്ളത് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അല്ലാതെ തന്ത്രിയൊന്നുമല്ല. തന്ത്രിയൊക്കെ ഇങ്ങോട്ട് വരുന്നത് 1900-ന് ശേഷമാണ്. അവിടെ പ്രതിഷ്ഠയും പുനഃപ്രതിഷ്ഠയും നടക്കുന്ന സമയത്ത് മാത്രമാണ് തന്ത്രികൾ ഇങ്ങോട്ട് വരുന്നത്. അതിനു മുമ്പ് ശബരിമല അമ്പലത്തിൻ്റെ തന്ത്രി എന്ന് പറയുന്നത് മലയറയ സമുദായത്തിലെ ആളുകളായിരുന്നു. അത് 1883-ൽ സാമുവൽ ബറ്റീർ പറഞ്ഞിട്ടില്ലേ? വാർഡ് കോർണർ പറഞ്ഞിട്ടില്ലേ? അതിനെപ്പറ്റി എന്നാ കേരളത്തിലെ ബുദ്ധിജീവികൾക്ക് ചർച്ച ചെയ്താൽ അതിനെപ്പറ്റി എന്താ പറയാത്തത്? ഇപ്പോൾ ശബരിമലയിലെ 2 തന്ത്രിമാർ, ഒരു തന്ത്രി കാമിനി മൂലം അറസ്റ്റ് ചെയ്യപ്പെടുകയും പുറത്തു നിൽക്കുകയും ചെയ്യുകയാണ്. മറ്റൊരു തന്ത്രി കനകം മൂലം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കേസിനകത്ത് സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ട കാര്യമില്ല. കാരണം ഈ കേസ് അന്വേഷിക്കുന്നതിൻ്റെ മുഴുവൻ മേൽനോട്ടവും ബഹുമാനപ്പെട്ട കോടതിയാണ്. ആ കോടതിയാണ് ഈ കേസ് വളരെ സത്യസന്ധമായിട്ട് അന്വേഷിക്കണമെന്ന് നിർബന്ധമുണ്ട് കോടതിക്ക്. അതുകൊണ്ടാണ് കോടതിക്ക് ഇത് ഇത്ര ഡീപ്പായിട്ട് തന്നെ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. കോടതി തന്നെ പറഞ്ഞില്ലേ അഭിലാഷേ? എന്താ പറഞ്ഞത്? വേലി തന്നെ വിളവ് തിന്നുകയാണല്ലോ എന്ന് കോടതി പറഞ്ഞു. നമ്മൾ അതല്ലേ ചർച്ച ചെയ്യേണ്ടത്. ഏത് വേലിയാണ് വിളവ് തിന്നുന്നത്? വേലി എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ വാളാണ്. ആ പ്രൊട്ടക്ഷൻ വാൾ ആരെല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? അത് ആ ക്ഷേത്രത്തെയും ആ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളെയും അല്ലേ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ആ ക്ഷേത്രത്തിൻ്റെ അധികാരികളായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 2 പ്രസിഡന്റുമാർ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാർ 2 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോടാനുകോടി വരുന്ന അയ്യപ്പസ്വാമിയുടെ ഭക്തരുടെ വികാരത്തിന് വലിയ ഭംഗം നേരിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മലയരക സമുദായത്തിന് അവകാശപ്പെടാനുള്ളത് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ ചുമതലയും താന്ത്രിക അവകാശവും മലയരക സമുദായത്തിന് വിട്ടു നൽകണം. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഓരോരുത്തരും ജയിലിൽ പോകും. അതിനകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. ആരൊക്കെ മോഷിച്ചിട്ടുണ്ടോ അവരെല്ലാം ജയിലിൽ പോകും. യഥാർത്ഥ മോഷണം നടന്നിരിക്കുന്നത് അഭിലാഷേ ഈ ക്ഷേത്രം നിർമ്മിച്ച മലയരക സമുദായത്തിൻ്റെ ക്ഷേത്രം മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് യഥാർത്ഥത്തിലുള്ള മോഷണം. അവരെ പിടിക്കണ്ടേ? ഇപ്പോൾ 15-ാം തീയതി മകരവിളക്ക് നടക്കുന്നു.
ആ മകരവിളക്ക് അവിടെ ദീപം 1949 വരെ അവിടെ ദീപം തെളിച്ചിരുന്നത് മലയരക സമുദായത്തിൽപ്പെട്ട ആളല്ല ആയിരുന്നല്ലോ. പുത്തംവീട്ടിൽ കുഞ്ഞനായിരുന്നല്ലോ അവിടെ ദീപം തെളിച്ചിരുന്നത്. അദ്ദേഹത്തെ ദേവസ്വം ബോർഡിന്റെ ഗുണ്ടകൾ അടിച്ച് അവിടെ നിന്ന് പുറത്താക്കുകയല്ലേ ചെയ്തത്? ശബരിമല ക്ഷേത്രം മാത്രമാണോ ഈ സമുദായം നിർമ്മിച്ചിട്ടുള്ളത്? നോക്കിക്കോണം. ലോകത്തിലെ അഭിലാഷേ, നമ്മൾ മാതൃഭൂമി പോലെയുള്ള ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിരന്തരം പോരാട്ടം നടത്തിയ ഒരു പത്രമാണ് മാതൃഭൂമി. അതിന്റെ ചാനൽ അതിന്റെ കൃത്യമായ ധാർമ്മികത നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചാനലാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ മാതൃഭൂമി ദിനപത്രം ആകമാനം വായിച്ച ഒരു വ്യക്തിയാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മോഷ്ടാക്കൾ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഞങ്ങളുടെ പ്രമുഖമായ ക്ഷേത്രങ്ങളെല്ലാം ദേവസ്വം ബോർഡ് കയ്യേറിയിരിക്കുകയാണ്. ശബരിമല ക്ഷേത്രം അഭിലാഷ് ഇറങ്ങി നോക്കിക്കോ, നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം, അതുപോലെ തന്നെ പശ്ചിമദേവി ക്ഷേത്രം. ഞാൻ ഈ ഇരുന്ന് സംസാരിക്കുന്നിടത്തുനിന്ന് 5 കിലോമീറ്റർ മാറിയാണ് പശ്ചിമദേവി ക്ഷേത്രം. വള്ളിയാങ്കാവ് ദേവി ക്ഷേത്രം കോടാനുകോടി രൂപ വരുമാനമുള്ള ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളെല്ലാം അടിച്ചു മാറ്റിയത് ഈ ദേവസ്വം ബോർഡാണ്. എന്ത് അവകാശമാണ് ഈ സമുദായത്തിന് കൊടുത്തിട്ടുള്ളത്? എന്തെങ്കിലും ഒരു ധാർമ്മികത ഉണ്ടായിരുന്നു? അതിനകത്ത് ജനാധിപത്യ മര്യാദ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ല. അത് വേറൊരു വിഷയം തന്നെ. പക്ഷെ അതിൽ നിന്നും തന്നെയാണല്ലോ ഇപ്പോഴത്തെ മോഷണവും ഈ ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് മോഷ്ടാക്കള് ഇപ്പൊ നടന്നിരിക്കുന്ന മോഷണം എന്ന് പറയുന്നത് ആ മോഷണം മുതൽ കോടാനുകോടി രൂപയുടെ മോഷണമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള മോഷണം നടന്നിട്ടില്ല. ശരി. അതുകൊണ്ട് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇവരെ ജയിലിലടയ്ക്കുകയും കടുത്ത ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കോടതിയുടെ നീക്കത്തെ ഞങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. ശരി, ഓക്കെ. നമുക്ക് എന്തായാലും ഇനി ഈ കേസ് അടുത്ത തവണ സിറ്റിംഗിലേക്ക് വരുമ്പോൾ എന്ത് ദേവസ്വം ബെഞ്ച് പറയുന്നു എന്നുള്ളത് കൂടി വളരെ ക്രൂഷ്യലാണ്. ഒരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വേണം. ഇവിടെ ശ്രീ ശങ്കുട്ടിദാസ് നേരത്തെ ജേക്സി തോമസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പാരലായി നടക്കുന്ന വിചാരണയെയും ചോദ്യം ചെയ്യലിനെയും ഈ കേസിന്റെ തുടക്കക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വിമർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ. ഇതവർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അന്വേഷണ സംഘം അതുപോലെ സൂക്ഷ്മമായി നടത്തുന്ന അന്വേഷണവുമാണ്. ഇപ്പോൾ നമുക്ക് തോന്നുന്നത് മാതിരി അന്വേഷണ സംഘം നീങ്ങുന്നില്ലെങ്കിൽ അത് അന്വേഷണ സംഘത്തിന്റെ കുറ്റമല്ലല്ലോ. അന്വേഷണ സംഘത്തിന് അതിന്റെ മെറിറ്റ് അനുസരിച്ചല്ലേ മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ ആ അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം കൊടുക്കുന്നത് വരെ സംശയം ഉന്നയിക്കുന്ന കാര്യത്തിലൊക്കെ കാത്തു നിൽക്കാമല്ലോ. അതല്ലാതെ ഇപ്പോൾ കേരള സർക്കാർ പറയുന്നതോ പൊളിറ്റിക്കലായ ഡയറക്ഷൻ എടുത്തോ ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണോ ഇപ്പോഴത്തെ SIT? നോക്കൂ, ഈ കാര്യത്തിൽ തന്ത്രിയുടെ അറസ്റ്റ് ശരിയല്ലെന്നല്ല പറയുന്നത്. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അന്വേഷണത്തിന് ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ആദ്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ SIT രൂപീകരിച്ച ആ അന്വേഷണം പോയിരുന്നതിന് ഒരു ലോജിക്കൽ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഇതിൽ സ്വാഭാവികമായിട്ട് അടുത്ത് നടക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാവുമായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത് കടകംപള്ളി സുരേന്ദ്രനെ പോലെ CPM-ന്റെ ഒരു ഉന്നത നേതാവിലേക്ക് എത്തുന്നു എന്ന ഘട്ടം വന്നപ്പോൾ അത് ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ അന്വേഷണം നിൽക്കുകയും പിന്നീട് അന്വേഷണം മരവിച്ച അവസ്ഥയിലാവുകയും ചെയ്തു. അന്വേഷണം മരവിച്ച അവസ്ഥയിലായി സ്റ്റാഗ്നേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാനല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് അതിരൂക്ഷമായിട്ട് ഇവരെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. 6 ആഴ്ചത്തെ പിന്നീട് നീട്ടിക്കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പൊളിറ്റിക്കൽ ഡയറക്ഷൻ വരാൻ പോവുകയാണ്. ഇനി ഇപ്പോൾ ഇവിടെ കുറേ BJP-യുടെ നേതാക്കന്മാർ അവർക്ക് ഐക്യദാർഢ്യം കൊടുത്തുവെന്നോ ശ്രീ സന്ദീപ് ബജസ്പതി തന്ത്രിയുടെ വീട് സന്ദർശിച്ചുവെന്നോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ആരോപണങ്ങൾ ശ്രീ ജേക്സി തോമസ് പറയുന്നത് കേട്ടു. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ശ്രീ പത്മകുമാർ ഇപ്പോഴും CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറല്ലേ? അദ്ദേഹം അറസ്റ്റിലായിട്ട് എത്ര ദിവസം കഴിഞ്ഞു? CPM അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടിയുടെ ഉള്ളിൽ നിലനിർത്തുകയും സംരക്ഷിക്കുകയല്ലേ CPM ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തെ തള്ളി പറയാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഇത്രയോ കോടതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളല്ല, വിചാരണ നടത്തി കോടതി കുറ്റവാളികളാണെന്ന് കരുതി ശിക്ഷിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ വീട്ടിൽ പോയി സന്ദർശിച്ചിട്ടില്ലേ? TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതികളുടെ മകളുടെ കല്യാണത്തിലും പ്രതിയുടെ കല്യാണത്തിലും അവരുടെ പരോള് സംഘടിപ്പിക്കാനും ഒക്കെ മന്ത്രിമാരും സ്പീക്കറും ഉൾപ്പെടെ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ആ കുറ്റത്തിൻ്റെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് അർത്ഥം. ഇവിടെ ഈ സന്ദർശനം നടത്തിയിട്ടുള്ള വ്യക്തിയാവട്ടെ, ആ പാർട്ടിയുടെ നേതാവാകട്ടെ, സംസ്ഥാന സമിതിയാവട്ടെ, ഈ കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു നിലയ്ക്കുള്ള ഐക്യദാർഢ്യമോ ഒരു നിലയ്ക്കുള്ള പിന്തുണയോ അവിടെ കൊടുത്തിട്ടില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് വസിക്കുന്ന അദ്ദേഹവുമായി നല്ല അടുപ്പവും ബന്ധമുള്ള ഒരു കുടുംബം, ഒരു പ്രമുഖമായിട്ടുള്ള കുടുംബം, ആ കുടുംബത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനും അവരെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത്. അതിന് അദ്ദേഹം പോകുന്നതും തിരിച്ചു വരുന്നതും മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിലാണ്. ആ ഘട്ടത്തിലൊന്നും മാധ്യമങ്ങൾക്കടുത്തൊന്നും അദ്ദേഹം ഈ പറയുന്ന അറസ്റ്റിനെതിരായിട്ടുള്ള ഒരു നിലപാടും
സ്വീകരിച്ചിട്ടില്ല. ഇവിടെ BJP ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഇതിൽ അന്വേഷണത്തിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് പൂർണ്ണമായിട്ട് ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടൂർ പ്രകാശ്, അതേപോലെ തന്നെ ആന്റണി, ഇവർ രണ്ടുപേരെയും SIT ചോദ്യം ചെയ്യേണ്ടതായിരുന്നില്ലേ? ഈ കാര്യത്തിൽ എന്താണ് SIT പിന്നീട് മുന്നോട്ട് പോവാതിരുന്നത്? ഈ പറയുന്ന വസതിയിലെത്തി 2 തവണ സന്ദർശനം നടത്തി. കേട്ടില്ല. ഇനി അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. തന്ത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് SIT ചോദ്യം ചെയ്യലും അറസ്റ്റും ഒക്കെ നിർത്തി എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഞാൻ പറയുന്ന ലോജിക്ക് മനസ്സിലാക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ പറയുന്ന ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാര്യങ്ങൾ അവർ പിന്നീട് ഒരു ഘട്ടത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായിട്ടുള്ള രാഷ്ട്രീയ വിഷയമായത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയാണ്. ആ പ്രശ്നം CPM വലിയ ഡാമേജ് ഉണ്ടാക്കിയെന്ന് മനസ്സിലായപ്പോൾ ഇതിൽ ഏറ്റവും ശക്തമായി പ്രതിഷേധിക്കുന്ന ആരാണ്? വിശ്വാസി സമൂഹമാണ്. വിശ്വാസി സമൂഹത്തെ തന്നെ മാനസികമായിട്ട് ഇങ്ങനത്തെ ഒരു സംഘർഷത്തിൽ, ഒരു പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതാണ്. UDF-ലുള്ളത് ഇനി അങ്ങോട്ട് വരാനിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളാവുമ്പോൾ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ായിരിക്കും അടൂർ പ്രകാശിനെയോ ആന്റണിയോ പോലെയുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നത്. ഒരുപക്ഷെ സോണിയാഗാന്ധിക്ക് അന്വേഷണത്തിലുമായി സഹകരിക്കാൻ വേണ്ടി നോട്ടീസ് അയക്കുന്നത് ആ ഘട്ടത്തിലായിരിക്കും. അപ്പോൾ കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ ടേൺ ഈ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സമയത്ത് CPM നേതാക്കളുമായി ബന്ധപ്പെട്ട ചർച്ചകളെ അവസാനിപ്പിക്കുന്നതിനും ഈ വിഷയത്തിനെ മറ്റൊരു ഡയറക്ഷനിലേക്ക് തിരിച്ചുവിടുന്നതിനും വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു അങ്ങനെ അന്വേഷണ സംഘത്തിന് പൊളിറ്റിക്കൽ ടേൺ എടുക്കാൻ അനുവദിക്കുകയാണോ കേരള ഹൈക്കോടതി? കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് മെറ്റിക്കുലസ് ആയി ഫോളോ ചെയ്യുന്ന കേസാണ്. എല്ലാ ടേണിലും അവർക്ക് കൃത്യമായി അന്വേഷണ റിപ്പോർട്ട് കിട്ടണം. അത് വിലയിരുത്തിയതിന് ശേഷമാണ് അടുത്ത നടപടി. ഇങ്ങനെ ഒരു ഹൈക്കോടതി 2 ജഡ്ജിമാർ ഇത്രയും സൂക്ഷ്മമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കേസിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ കോടതി അവർക്ക് സമയം കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്, നിങ്ങളുടെ പൊളിറ്റിക്സ് അനുസരിച്ചിട്ട് ഓരോ ആൾക്കാരെ വിളിച്ചോളൂ, നെറേറ്റീവ് ഉണ്ടാക്കിക്കോളൂ എന്നൊക്കെ പറയാൻ സംവിധാനം ഒരുക്കി കൊടുക്കുന്ന ഏർപ്പാടാണോ കോടതി എന്ന് പറയുന്നത്? നോക്കൂ, കോടതിക്ക് ഈ കാര്യങ്ങളിൽ ഒരു പരിമിതിയുണ്ട്. കോടതിക്ക് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നിർണായകമായിട്ടുള്ള തെളിവുകളുണ്ട്, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യരുത്, നിങ്ങൾ ആദ്യം മറ്റ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യൂ, നിങ്ങൾ ആദ്യം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയാൻ കോടതിക്ക് സാധിക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ നിയമത്തിലുള്ള ഈ സാങ്കേതികതയുടെ സൗകര്യത്തെ എങ്ങനെയാണ് അതിവിദഗ്ധമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കാണുന്നത്. ഈ കാര്യത്തിൽ SIT ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായ സമയത്ത് തന്നെ BJP ഒരു പ്രശ്നം ഇതാണ്. ഈ കാര്യത്തിൽ CBI അന്വേഷണം വേണമെന്ന് BJP പറയാനുണ്ടായിരുന്ന കാരണം എന്താണ്? കാരണം ഇത് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാൽ തന്നെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ആഭ്യന്തരമന്ത്രിക്ക് തന്നെയാണെന്നിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളെ ഏതെങ്കിലും നിലയിൽ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്ന ആശങ്ക ഞങ്ങൾ ആദ്യമേ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആശങ്ക ശരിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന മട്ടിലുള്ള ഒരു പൊളിറ്റിക്കൽ ടേൺ ആണ് ഇപ്പോൾ ഈ കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിക്ക് വേണ്ടി ഞങ്ങൾ ന്യായീകരിക്കുക, ആ പ്രതി അറസ്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ അന്വേഷണം നവംബർ 18 വരെ പോയിരുന്ന ഡയറക്ഷനിൽ നിന്ന് പിന്നീട് എന്തുകൊണ്ട് ആ ഡയറക്ഷനിൽ മുന്നോട്ട് പോകുന്നില്ല? എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന് ശേഷം ആ കാര്യത്തിൽ പിന്നീട് ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല? എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കവറപ്പ് ഓപ്പറേഷൻ നടത്തിയെന്ന് ആരോപിച്ചിട്ടുള്ള PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല? എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ മുൻകൂർ ജാമ്യ ഹർജി നിഷേധിക്കുകയും അതിശക്തമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ഈ പറയുന്ന ശങ്കർദാസ് എന്ന് പറയുന്ന ആളെ എന്തുകൊണ്ട് ഇതുവരെയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല? അപ്പോൾ ഈ അറസ്റ്റുകളൊക്കെ തടയുന്നതിന് വേണ്ടി ചർച്ചയെ സജീവമാക്കി നിർത്തുന്നതിനും മറ്റൊരു ഡയറക്ഷനിലേക്ക് ചർച്ചയെ വഴിതിരിച്ച് വിടുന്നതിനും വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള അറ്റംപ്റ്റ് ആണോ ഈ നടക്കുന്നത് എന്ന് ന്യായമായിട്ടുള്ള സംശയം ഉന്നയിക്കാൻ നമുക്ക് അധികാരമുണ്ട്. പിന്നെ ശ്രീ PK സജീവൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ഒരു വാചകത്തിൽ ഞാൻ മറുപടി പറയാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കൂ, ഈ സാമുവൽ മെറ്റേറുടെ പുസ്തകം നേറ്റീവ് ലൈഫ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകം മലയരയ വിഭാഗത്തിന് ശബരിമലയിലെ താന്ത്രികാധികാരങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നില്ല. ഈ പറയുന്ന സാമുവൽ മെറ്റേർ എന്ന് പറയുന്നത് ചരിത്ര പണ്ഡിതനോ ആന്ത്രപ്പോളജിസ്റ്റോ ഒന്നുമല്ല, കേരളത്തിലെ ട്രൈബുകളെയും കാസ്റ്റുകളെയും പറ്റി പഠിച്ചിട്ടുള്ള ആളല്ല. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മതപ്രചാരകനായിരുന്നു, ഒരു മിഷണറി പ്രവർത്തകനായിരുന്നു. റെവറൻഡ് സാമുവൽ മെറ്റേർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഈ ഭാഗത്ത് നടത്തിയിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനത്തിന്റെ പ്രോഗ്രസിനെ സംബന്ധിച്ച് എഴുതുന്ന പുസ്തകമാണ് ഈ നേറ്റീവ് ലൈഫ് ഓഫ് ട്രാവൻകൂർ. അതിൽ മലയരയ വിഭാഗത്തെ പറ്റി പറയുന്ന ഭാഗം പ്രോലിറ്റൈസേഷൻ ഓഫ് മലയരയാസ് എന്ന്
പറയുന്ന ചാപ്റ്ററാണ്. മലയരി വിഭാഗത്തെ മതം മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ അദ്ദേഹം പറയുന്നത് താലനാനി മലയരയൻ എന്ന് പറയുന്ന ആൾ ശബരിമലയിലെ ഒറാക്കിളായിരുന്നു. അല്ല അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശ്രീമാൻ ശങ്കുട്ടിദാസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് വേറെ ആളാണ്. അത് ഇദ്ദേഹമല്ല, സാമുവൽ ബറ്റീറാണ്. പ്രദേശത്തെ നമ്മുടെ കേരളത്തിന്റെ തദ്ദേശീയ ജനതയുടെ ചരിത്രം എഴുതിയതാണ് സാമുവൽ ബറ്റീർ. അത് ശ്രീമാൻ ശങ്കു പഠിക്കാത്ത കൊണ്ടാണിത് ഇങ്ങനെ പറയുന്നത്. നന്നായിട്ട് വായിക്കണം താങ്കൾ. ശരി അങ്ങ് നന്നായി വായിക്കുന്ന ആളാന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ അങ്ങ് 18-ാം പടിയുടെ ഏറ്റവും അവസാനത്തെ പടിയുടെ താഴെ താലനാനി മലയറിയൻ വക എന്ന് എഴുതിയിട്ടുണ്ടെന്നൊക്കെ പ്രസംഗിച്ചത്. ഇത് ഒറ്റ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നും അവസാനത്തെ പടി തിരിച്ചിടാൻ പറ്റില്ല എന്നും ഉള്ള ധാരണ ഞാൻ മുഴുവൻ പറയട്ടെ. എന്റെ ഊഴത്തിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്താ ക്ഷമയില്ലാത്തത്? ഞാൻ മുഴുവൻ പറയുന്നത് അങ്ങേക്ക് സംസാരിക്കാലോ. ഞാൻ പറയുന്നത് താലനാനി മലയരയൻ എന്ന് പറയുന്ന ആള് ശബരിമലയിൽ ഒറാക്കിളായിരുന്നു എന്നാണ് സാമുവൽ ബറ്റീറയുടെ പുസ്തകത്തിൽ പറയുന്നത്. ഈ താലനാനി മലയരയൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ പറയുന്നു 1871 മുതൽ 1893 വരെയുള്ള പീരീഡിൽ ഈ മലയരി വിഭാഗം മുഴുവൻ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം അവർ താലനാനി മലയരിയിൽ ഉപയോഗിച്ചിരുന്ന വാളും ചിലങ്കയും ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും പ്രോലറ്റൈസ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ശബരിമലയുമായി വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധം മലയരി ചെയ്തതിനെ തുടർന്നാണ് താങ്കൾക്ക് എന്തെങ്കിലും നിയമപരിജ്ഞാനം ഉണ്ടെങ്കിൽ താങ്കൾ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. പറയുന്നത് എല്ലാവരും ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തെന്ന് പറയുന്നുണ്ടോ? ശരി, അല്ല ഇനിയിപ്പോ ശങ്കുട്ടിദാസ് അങ്ങനെ പറഞ്ഞാൽ ശരിയാകുമല്ലോ. ശബരിമല ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് താങ്കൾ വായിച്ചിട്ടുണ്ടോ? ശരി, അല്ല ഇപ്പൊ നമ്മുടെ ചർച്ചയുടെ ഈ പ്രോലറ്റൈസേഷൻ ഓഫ് മലേറിയ എന്തായാലും ഈ ചർച്ചയിൽ ഈ കാര്യത്തിൽ ശബരിമലയുടെ ഐതിഹ്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ ചരിത്രത്തെ കുറിച്ചോ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പൊ നമുക്കില്ലല്ലോ. മനഃപൂർവ്വം ഇടപെട്ട അലങ്കോലമാണ് സൃഷ്ടിക്കുന്നത്. താങ്കളുടെ താല്പര്യം എന്താണെന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഉന്നയിക്കുന്ന നരേറ്റീവിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ വരാം. എനിക്ക് അത്രയൊക്കെ ബോധമേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. എന്റെ ബോധമോ എന്റെ ബുദ്ധിയോ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. എന്നെ പറ്റി എന്ത് വിചാരിച്ചാലും എനിക്ക് അതിൽ ബുദ്ധിമുട്ടില്ല. മുഴുവനായിട്ട് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ശരി, അത് വിടാം. ശ്രീ ജെയ്ക്സി തോമസ്, ഈ 11ാമത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ നിർണായകമാണ്. ഇനി അങ്ങോട്ട് അറസ്റ്റ് ഉണ്ടാകുമോ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇതുകൊണ്ട് SIT അന്വേഷണമോ അറസ്റ്റോ നിർത്തിയോ അതും അറിയില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ആരെയാണോ ഈ ശബരിമല സംരക്ഷിക്കാൻ നിയോഗിച്ചിരുന്നത് അവരെല്ലാം പൊളിറ്റിക്കലി അപ്പോയിന്റഡ് ആയിട്ടുള്ള ബോർഡിന്റെ ഭാരവാഹികൾ, ബോർഡിന്റെ പ്രസിഡന്റുമാർ, കമ്മീഷണർമാർ, ദേവസ്വം ബോർഡിന്റെ ജോലിക്കാർ, ജീവനക്കാർ, ഇപ്പോൾ തന്ത്രിയും സകല സംവിധാനങ്ങളും ഒരുമിച്ച് ചേർന്ന് ദേവന്റെ മുതൽ കട്ടു എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വരികയാണ്. കുറ്റപത്രം വരുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ നടന്നത് എന്താണ് എന്ന് സമൂഹത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ ആരെയൊക്കെയാണോ സംരക്ഷിക്കാൻ നിയോഗിച്ചിരുന്നത് അവരെല്ലാം കള്ളന്മാരായിരുന്നു, അവരെല്ലാം ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുകൂടി മനസ്സിലാക്കണമല്ലോ. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആ കാര്യത്തിൽ ഇനി ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 6 ആഴ്ചക്കാലത്തെ സമയം കൂടെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബഹുമാന്യനായ മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവരത് നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ ചടുലമായ നിലയിൽ വസ്തുതകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള അറസ്റ്റുകൾ കൂടെ പൂർത്തീകരിച്ച് അന്വേഷണ സംഘം അവസാന റിപ്പോർട്ടിലേക്ക് കടക്കും. അപ്പോൾ നമുക്ക് ആരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉപ്പ് തിന്നു, ആ ഉപ്പ് തിന്ന എല്ലാവരെയും വെള്ളം കുടിക്കാൻ പര്യാപ്തമാക്കുമാറുള്ള സാമൂഹ്യ ജാഗ്രതയും സ്വാധീന ശക്തിയോടുകൂടിയുള്ള ഇടപെടലുമായി എല്ലാവർക്കും, മാധ്യമങ്ങൾക്കും സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പ്രവർത്തകർക്കും ഒരുമിച്ച് ജാഗ്രതയോടുകൂടെ തുടരാം എന്നുള്ളതാണ് ആമുഖമായി അങ്ങയുടെ ചോദ്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണ്?
ആവർത്തിച്ച് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് തന്റെ ഭാഗമെത്തുമ്പോൾ കേരളത്തിൽ BJP-യുടെ പ്രതിനിധിയായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനിയനായ സഹ പാനലിസ്റ്റ് താൻ അലങ്കരിക്കുന്ന അഭിഭാഷക പദവിയുടെ അന്തസത്തയ്ക്ക് ഒട്ടും ചേരാത്ത വിധം അദ്ദേഹം പാതി പറഞ്ഞ കള്ളങ്ങൾ തന്റെ വാദമുഖങ്ങളായി അവതരിപ്പിക്കുകയാണ്. ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ട സമിതി കൂടിയായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്താണ്? അവർ നടത്തിയ പ്രതികരണങ്ങൾ, പ്രയോഗങ്ങൾ, അവർ നടത്തിയ വിധി പ്രസ്താവത്തിലെ ഭാഗികമായ കാര്യങ്ങൾ, വാചകങ്ങളൊക്കെ എന്താണ്? അത് കോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും BJP പ്രതിനിധിക്ക് സ്വീകാര്യമായതുള്ളതല്ല. അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിച്ചതായി ഈ ചർച്ചയിൽ നമ്മളുടെ മുമ്പാകെ പറയുന്നില്ല. അദ്ദേഹം ആവർത്തിക്കുന്നത് എന്താണ്? ഇത് മുമ്പ് മന്ത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലോടുകൂടെ അവസാനിച്ചിരിക്കുന്നു. വീണ്ടും സ്റ്റാഗ്നേഷൻ വന്നിരിക്കുന്നു എന്നുള്ള എന്റെ അഭിപ്രായം ഈ ജാമ്യ ഹർജി പരിഗണിച്ച മറ്റൊരു ബെഞ്ചിന്റെ മാത്രമായിരുന്നു എന്നുള്ളത് പാതി മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്. ഞാൻ പറയട്ടെ, ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ആങ്കർ ചോദിച്ചല്ലോ, ബറ്റ് അറസ്റ്റിലേക്ക് പോകുമോ? ഇപ്പൊ ചോദിച്ചു, നമുക്കറിയില്ല. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പേജ് നമ്പർ 7 പാരഗ്രാഫ് 12 ശ്രദ്ധേയമായ ഒരു വാചകം കഴിഞ്ഞ ദിവസം ഈ ഡിവിഷൻ ബെഞ്ച് വിധി പ്രസ്താവത്തിൽ നടത്തി. എന്താണ് പറയുന്നത്? അത് ഈ തരം പ്രതികരണങ്ങൾ നടത്തുന്ന, സങ്കുചിത രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്ന, ശബരിമലയിലും എന്ത് ലാഭം തങ്ങൾക്ക് ലഭിക്കുമെന്ന് പരിശോധിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസും RSSും അടങ്ങുന്ന അവരെ സഹായിക്കുന്ന ചില സംഘങ്ങൾക്ക് നേരെയാണ്. എന്താ കോടതി പറയുന്നത്? ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് objections were raised from certain quarters. ഏതാണ് ഈ സംഘങ്ങളെ കുറിച്ച് കോടതി പറയുന്നതാണ്. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് objections were raised from certain quarters. പക്ഷേ എന്ത് പറയുന്നു? casting aspirations on the integrity of the said officer. It is however reported that the officers concerned are competent, trustworthy and industrious, and that without strengthening the team, ബാക്കി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താനുള്ള പറയാണ്. എന്താ ഇവരെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്നത്? The officers concerned are competent, trustworthy, industrious. അല്ലേ? ഇങ്ങനെ പറഞ്ഞൊരു അന്വേഷണ സംഘത്തെയും ഇതേവരെയുള്ള അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ച് കേരളത്തിൽ RSSനും കോൺഗ്രസിനും ഏതെങ്കിലും ഒരു പ്രതികരണം നടത്തിയതായിട്ടുണ്ടോ? ഈ ഒരു സിംഗിൾ ബെഞ്ച് ജാമ്യാപേക്ഷ പരിഗണിച്ച നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളെ കുറിച്ച് കേരളത്തിൽ കെട്ടഴിച്ചു വിട്ട പ്രചരണം SITക്കെതിരെ, സർക്കാരിനെതിരെ, അന്വേഷണത്തിനെതിരെ നടത്തിയ ഈ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഈ പറഞ്ഞ വാചകം, ഈ പറഞ്ഞ പ്രതികരണം, അതിനെക്കുറിച്ച് ഒരു വാചകം പറഞ്ഞോ? അപ്പോഴെന്താണ്? കോടതിക്ക് വിശ്വാസ്യതയുള്ള, കോമ്പിറ്റന്റായ, ഇൻഡസ്ട്രിയസ് എന്ന് വിശേഷിപ്പിച്ച ആ ടീം ശക്തമായി മുമ്പോട്ടേക്ക് പോകുന്നു. നമുക്ക് കാത്തിരിക്കാന്നേ, പ്രതീക്ഷാനിർഭരമായി സുബോധർക്കമായി കാത്തിരിക്കാം. ഭഗവാൻ അയ്യപ്പന്റെ മുതൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തിന്റെ അല്ല, ലോകമെങ്ങുമുള്ള മലയാളികളുടെയും മതവിശ്വാസികളുടെയും മതരഹിതരുടെയും ഒക്കെ പ്രതീക്ഷാനിർഭരമായ സാന്നിധ്യം തത്വമസി, അത് നീ തന്നെയാകുന്നു. അതായത് വാവരസ്വാമിയെ കണ്ടു തൊഴുത് നമ്മൾ പോകുന്ന ഇടം, അവിടുത്തെ ഒരു പൊന്ന് കട്ടോണ്ട് പോയവൻ ഏത് പൊന്നു തമ്പുരാനാണെങ്കിലും. ആങ്കർ ശ്രദ്ധിച്ചോ? ഇവിടെ നമ്മുടെ യോഗക്ഷേമ സഭയുടെ പ്രതിനിധി വന്നിട്ട് ബ്രാഹ്മണിക്കൽ ഹെജ്മണി അല്ലെ, തങ്ങളുടെ സമുദായത്തിന്റെ ജാതിയുടെ പ്രതീകമായിട്ട് നടത്തിയ വേട്ടയാണ് ഈ അറസ്റ്റ് എന്ന് പറഞ്ഞു. മിണ്ടിയോ BJP-യുടെ പ്രതിനിധി? അദ്ദേഹം മലയേറിയ സഭയുടെ സെക്രട്ടറിയോട് പ്രതികരിക്കാൻ അപക്വമായ ചില കാര്യങ്ങളെ എടുത്തു വെച്ച് പരാമർശിച്ചു. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ഇതേ മലയേറിയ സഭയുടെ സെക്രട്ടറി ഇപ്പോഴല്ല, ഇത് ക്യാരവന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ചോള ഡൈനാസ്റ്റിയുടെ സമയത്ത് എങ്ങനെ 41 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതത്തെ സംബന്ധിച്ച്, അതെങ്ങനെ ആചാരനിബദ്ധമായി ശബരിമലയിലും കേരളത്തിലും ഒക്കെ വന്നതിനെ സംബന്ധിച്ച് ക്യാരവന് നൽകിയ അഭിമുഖത്തിൽ വസ്തുതകളുടെ പിൻബലത്തോടുകൂടെ ഇതേ മലയേറിയ സഭയുടെ വക്താക്കൾ സംസാരിച്ചത് എന്റെ ലളിതമായ ഓർമ്മയിലുണ്ട്. അപ്പോഴെന്താണ്? അദ്ദേഹം മലയേറിയ സഭയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുകയാണ്, അവരുടെ അവകാശവാദങ്ങളെ റദ്ദ് ചെയ്യുകയാണ്. അതൊക്കെ RSS പ്രതിനിധിയുടെ, BJP പ്രതിനിധി അവകാശമാണ്, തർക്കമില്ല. പക്ഷേ എന്താണ്? തന്ത്രിയെ മാത്രം അറസ്റ്റ് ചെയ്തപ്പോൾ അത് ജാതി കൊണ്ടാണ്, അത് സമുദായം കൊണ്ടാണ്, അത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയോടുള്ള വെറുപ്പ് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ RSS നേതാവിന് മിണ്ടാട്ടമില്ല, അതിൽ BJPക്ക് പരാമർശമില്ല. എന്നാൽ മലയേറിയ സഭയോ ചരിത്രപരമായി, ചരിത്രനിരപേക്ഷമായുള്ള ചില കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി അവരുടെ വാദം പറഞ്ഞപ്പോ അത് കണ്ടിക്കാൻ അദ്ദേഹത്തിന് അഭിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന്, സോഴ്സുകളിൽ നിന്ന് വിവരം ശേഖരിക്കുകയാണ്. ഞാൻ ആവർത്തിക്കുന്ന ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ കേസിൽ ഇനിയെങ്കിലും ഇടതുപക്ഷവും കോൺഗ്രസും സംഘപരിവാരവും ഉൾക്കൊള്ളുന്ന എല്ലാവരും ഇനിയെങ്കിലും സങ്കുചിത രാഷ്ട്രീയ സാമുദായിക താല്പര്യം ഉയർത്തിപ്പിടിക്കരുത്. ഇത് കേരളത്തിന്റെ ആകെ ദേവാലയ സ്വത്തും അമ്പല സ്വത്തും കട്ടുവിറ്റ് ചീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ
എക്കാലത്തെയും ശക്തമായ താക്കീതായി ഒരു രജത രേഖയായി ഈ കേസും നടപടിക്രമങ്ങളും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ അങ്ങ് സൂചിപ്പിക്കുന്ന പൊളിറ്റിക്കൽ സൈഡ് സ്റ്റാഗ്നേഷൻ ഇങ്ങനെ പറഞ്ഞ് ഇതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകരുത്. അത് താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കരുത്. എനിക്ക് വേണമെങ്കിൽ തിരികെ ചോദിക്കാമല്ലോ, ഈ പറയുന്ന ചില പേരുകാരെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ അവിടെവിടങ്ങളിൽ ചെയ്ത തോന്നിയവാസങ്ങൾക്ക് എന്താ നിങ്ങൾ സ്വീകരിച്ച സമീപനം എന്നുള്ളത്, അക്കാര്യത്തിൽ RSSന് പങ്കില്ല എന്നുള്ളത് എനിക്ക് ചോദിക്കാമല്ലോ. പ്രതികളായിട്ടുള്ള യോഗക്ഷേമ സഭയെ പിൻപറ്റുന്ന ആളുകളുടെ പേര് ചൂണ്ടിക്കാട്ടി എനിക്ക് തിരികെ ചോദിക്കാമല്ലോ. അപ്പൊ അതല്ല പ്രശ്നം. നമ്മൾ മുമ്പിൽ വന്നു നിൽക്കുന്ന പ്രശ്നങ്ങളുടെ അസ്തിത്വത്തെ, അതിന്റെ വേരിനെ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ PND നമ്പൂതിരി, നോക്കൂ, ഇപ്പോ തന്ത്രിയുടെ വസതിയിൽ സ്വർണ്ണപ്പണിക്കാരനെ അടക്കം കൊണ്ടുപോയി ആഭരണങ്ങൾ അടക്കം പരിശോധിക്കുകയാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട പരിശോധന ഒരു വശത്ത് നടക്കുന്നു. മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് തന്നെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സംബന്ധിച്ച വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ മണി ട്രെയിൽ കൃത്യമായും ഫോളോ ചെയ്യുന്നുണ്ട് അന്വേഷണ സംഘം. അത് കേവലം അവിടുത്തെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും അല്ല. അപ്പോൾ തന്ത്രിയെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക നേട്ടം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കുറ്റപത്രം കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങ് തന്നെ വായിക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന വിവരങ്ങളൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക. അതുകൊണ്ട് നേരത്തെ തന്നെ മുൻകൂട്ടി തന്ത്രി നിഷ്കളങ്കനാണ് എന്നൊക്കെ ഇപ്പോഴേ പറഞ്ഞു പോകേണ്ട കാര്യമുണ്ടോ? കാത്തിരിക്കുന്നതല്ലേ ഉചിതം? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കണം, ഒരു സംശയമില്ല. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇപ്പോൾ SIT ഇത് ഞങ്ങൾക്ക് ആകെ സമാധാനമുള്ളത് ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അതിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, കോടതിയിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരു സമാധാനമുള്ളത്. നമ്മൾ അദ്ദേഹത്തിന് ഇന്ന് അറസ്റ്റ് ചെയ്ത രീതി എന്താ ഉണ്ടായത്, അതെന്താ മനസ്സിലാക്കാത്തത്? അദ്ദേഹത്തിനെ വിളിച്ച് ചോദ്യം ചെയ്യാനാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി 2 ചോദ്യം ചോദിച്ചു, ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. ആ രീതിയോടാണ് 10,000 ക്ഷേത്രങ്ങളിലെ തന്ത്രമുള്ളൊരു തന്ത്രി അദ്ദേഹം, അല്ലാണ്ട് ഇത് മാത്രമൊന്നുമല്ല. ഇനി സജീവൻ പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാം. വേലി തന്നെ വിളവുള്ളത് തന്ത്രി ക്ഷേത്രത്തിൻ്റെ വേലിയാണോ? ഒരിക്കലും അല്ല. തന്ത്രിക്ക് ആചാര്യസ്ഥാനേ ഉള്ളൂ, വേലി ദേവസ്വം ബോർഡാ. അതിനിപ്പോൾ തന്ത്രി എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സമയത്തും ഒരു സ്ഥലത്തും തന്ത്രിക്ക് ഉള്ള ഒരു സംശയ ദൃഷ്ടി പോലും കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ ചാടി കയറി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുക ചെയ്ത അത് ആ രീതിയോടാണ് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റായ. അദ്ദേഹം കുറ്റവാളിയാണ്, അഗ്നിശുദ്ധീകരിച്ച് വരട്ടെ. അദ്ദേഹം വരുന്നെങ്കിൽ വരട്ടെ, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണമല്ലോ. ഇപ്പൊ മറ്റാരെങ്കിലും ഒക്കെ അറസ്റ്റ് ചെയ്തപ്പോ, പത്മകുമാർ അറസ്റ്റ് ചെയ്തപ്പോ, വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോ, അല്ലെങ്കിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തപ്പോ, ഏതെങ്കിലുമൊക്കെ സംഘടനക്കാരോ പാർട്ടിക്കാരോ ഒക്കെ ഇതുപോലെ വേട്ടയാടലാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കഥ? ഇതിനു മുമ്പ് നടന്ന 10 അറസ്റ്റിലും അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. 11ാമത്തെ അറസ്റ്റിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടാവുന്നത്. പറഞ്ഞോളൂ. ഇത് ഇദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ ഇതൊന്നും വരുന്നില്ല. എന്നിട്ട് തങ്കപ്പാളി നോക്കിയില്ല, അത് ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്തില്ല, ഇതൊക്കെയാണല്ലോ പറയണത്. ആ പറയാൻ ഇദ്ദേഹത്തിന് എന്താ കാര്യമുള്ള കാര്യത്തിൽ? ദേവസ്വം ബോർഡിൻ്റെ അത് സാധാരണ അമ്പലം പോലും അല്ല, വളരെ മഹാക്ഷേത്രമാണ് ശബരിമല. എല്ലാ ദേവസ്വം ബോർഡ് ടോപ്പ് ഒഫീഷ്യൽസും ഒക്കെ ഉള്ള സ്ഥലമാണ്. തന്ത്രി പറഞ്ഞിട്ട് വേണോ പാളി കൊണ്ടുപോയി വിവരം അവരറിയാനായിട്ട്? എന്തൊരു അസംബന്ധമാണ് പറഞ്ഞുണ്ടാക്കുന്നത്. അത് മാത്രമാണ് അറസ്റ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടല്ലേ ശ്രീ PND നമ്പൂതിരി? ഒന്ന് ശ്രീരാംപുര ക്ഷേത്രത്തിന്റെ തന്ത്രിസ്ഥാനം കൂടി ഉള്ള ആളാണ് കണ്ഠരര് രാജീവര്. അദ്ദേഹം അവിടെ നിന്ന് കൊണ്ടുവന്ന, ശബരിമലയിലേക്ക് കൊണ്ടുവന്ന ആളാണ്, കീഴ്ശാന്തിയായിട്ട് നിയമിച്ചു കൊണ്ടുവന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 2007 മുതലുള്ള ബന്ധമാണ്. അല്ലല്ല അഭിലാഷേ, അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. വിടാനുള്ള ക്ലിയർ അജണ്ട ഉണ്ടെന്ന് ഞങ്ങൾ സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ ഒക്കില്ല. അങ്ങനെ സംശയിക്കുന്നതിന് മുമ്പ് നമുക്ക് സംശയിക്കാവുന്ന മറ്റനേകം കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള വിധികളാണ് കാണുന്നത്. നമുക്ക് അതിനു മുമ്പ് സംശയിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊടിമരം കാണുന്നത് മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടിമരം 2017 കൊടിമരം മാറ്റിയത്. കൊടിമരത്തിന് മുകളിലുള്ള വാജിവാഹനം എവിടെ പോയി? അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത്ര പെട്ടെന്ന് തിരക്കിട്ട് കൊടിമരത്തിന് മുകളിലുള്ള വാജിവാഹനം എവിടെ പോയി? തിരക്കിട്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത രീതി, അല്ല സാർ, തിരക്കിട്ട് അറസ്റ്റ് ചെയ്തതല്ല. അദ്ദേഹത്തെ പലവട്ടം വിളിപ്പിച്ചിരുന്നു, അദ്ദേഹത്തെ പലവട്ടം സമൺ ചെയ്തിരുന്നു. നിങ്ങൾ സാധാരണ നിലയ്ക്ക് പോലീസിന് റിമാൻഡ് റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ എന്താണ് അദ്ദേഹത്തിന് അലിഗേഷൻ? ഞാനത് വായിച്ചല്ലോ സാർ. ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. 1-ാം പ്രതിയും 9-ാം പ്രതിയും 10-ാം പ്രതിയുമായി ചേർന്ന് പ്രസിഡന്റും മറ്റു 2 മെമ്പർമാരും ചേർന്ന്, ഈ മെമ്പർമാർ പുറത്തല്ലേ, 3 പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കുകയും
ഈ പറഞ്ഞ പ്രതികൾക്ക് അന്യായമായ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു, ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ചാർജ്. അല്ലാതെ ആചാരം ലംഘിച്ചതിന് ആരെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇതുപോലത്തെ ഒരു കേസിൽ അങ്ങനെയല്ല സംഭവം. അത് തെറ്റിദ്ധാരണയാണ്, അങ്ങനെയല്ല. തെളിയിക്കണമെങ്കിൽ എല്ലാവരും ചോദ്യം ചെയ്യണ്ടേ, അല്ലാണ്ട് കുറെ പേർ ചോദ്യം ചെയ്താൽ മതിയോ? അല്ല, അതൊക്കെ നടക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് പോറ്റി അവിടെ പ്രാമാണ്യം നേടിയത് എന്നതിനെ സംബന്ധിച്ച് പോറ്റി അവിടെ പ്രാമാണ്യം നേടിയത് എങ്ങനെയാണെന്ന് സംബന്ധിച്ച് അവിടുത്തെ ശാന്തിമാരുടെയും ജീവനക്കാരുടെയും ഒക്കെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം വളരെ സൂക്ഷ്മമായി നടക്കുന്ന ഒരു അന്വേഷണമാണ്. വളരെ കാഷ്വൽ ആയിട്ട് തന്ത്രിയെ വിളിച്ചു, എന്നാൽ പിന്നെ അറസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ച് അറസ്റ്റ് ചെയ്തു, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളൊരു അന്വേഷണത്തെ അങ്ങനെയൊന്നും കാണണ്ട. അതിനേക്കാൾ ഗൗരവമായിട്ടാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. അവർക്ക് കൃത്യമായ വിവരങ്ങളില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു അങ്ങ് വിചാരിക്കുന്നുണ്ടോ വ്യക്തിപരമായി? ഉദ്യോഗസ്ഥന്മാരുടെ രീതികളോടെ നമുക്ക് കോടതി ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലാണ് കേസ് വെക്കണേ. അതൊക്കെ നമുക്ക് വളരെയധികം വിശ്വാസം ഉണ്ട് ആ കാര്യത്തില്, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ വഴി കാണിക്കുമ്പോഴാണ് നമുക്ക് ഇത് സംശയത്തിന്റെ ദൃഷ്ടിയിലേക്ക് പോണേ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരാളെ വ്യക്തിപരമായിട്ട് ബ്ലെയിം ചെയ്യല്ല. ഈ രീതി കാണുമ്പോൾ നമുക്ക് തോന്നുക അദ്ദേഹത്തിനെ ട്രാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോയ ഒരു കൂടുതൽ വിവരങ്ങൾ വരട്ടെ. ശ്രീ പി കെ സജീവൻ, ഇപ്പോ ശബരിമലയുടെ ഉടമസ്ഥാവകാശം, അതല്ലെങ്കിൽ അതിന്റെ 1 നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രം, അതൊക്കെ നമ്മൾ ഒരുപാട് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും ഡിബേറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ താഴമൺ കുടുംബത്തിന് പാരമ്പര്യമായി കിട്ടുന്ന താന്ത്രിക അവകാശമാണ്. കുടുംബത്തിലെ 2 ധാരകളാണ് ഇപ്പോൾ ഓരോ ടേണായിട്ട് താന്ത്രിക വിദ്യകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു തന്ത്രി അദ്ദേഹത്തിന്റെ ചാർജിലുള്ള സമയത്താണ് ഈ മോഷണം നടന്നത്. അദ്ദേഹമാണ് അറസ്റ്റിലായിരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെയാണ് ഈ കൊടിമരം സംബന്ധിച്ച ചില കാര്യങ്ങൾ കൂടി ഉള്ളതും. അപ്പോൾ അവിടുത്തെ കറപ്ഷൻ എന്ന് പറയുന്നത് അത് അഡ്മിനിസ്ട്രേറ്റീവായ നിലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അഡ്മിനിസ്ട്രേറ്റീവായ നിലയിലുണ്ട്, ഉദ്യോഗസ്ഥ തലത്തിലുണ്ട്, ഒപ്പം റിച്വലിസ്റ്റിക് ആയി ചെയ്യേണ്ട തലങ്ങളിലും ആ സംവിധാനത്തിലും ഈ കറപ്ഷൻ ഉണ്ട് എന്ന് ഏറ്റവും കുറഞ്ഞത് പ്രാഥമികമായി ബോധ്യമാവുന്നെങ്കിലും ഉണ്ടല്ലോ. ഈ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ മഹാക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ ചുമതല എന്തിനാണ് ഒരു കുടുംബത്തിന് മാത്രം കൊടുക്കുന്നത്? ഇതിനെ കംപ്ലീറ്റ് ജനാധിപത്യവൽക്കരിക്കട്ടെ. എല്ലാ ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ള എല്ലാവരും ശബരിമല ക്ഷേത്രത്തിലെ പൂജാരിമാരായിട്ട് വരട്ടെ. പൂജകൾ പഠിച്ചവരെല്ലാവരും പൂജാരിമാരായിട്ട് വരട്ടെ. സർക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം പ്രത്യേകമായി നടത്തട്ടെ. അതിന് സുപ്രീം കോടതിയുടെ തന്നെ മുൻപുള്ള ഡയറക്ഷൻസ് ഉണ്ടല്ലോ, അതിവിടെ നടപ്പിലാക്കിയാൽ പോരെ. എന്തിനാണ് ഈ കുടുംബത്തിന് തന്നെ കൊടുക്കുന്നത്? നാളെ ഈ കുടുംബത്തിന് ഒരു തായ് വഴി ഇല്ല എങ്കിൽ ഈ ക്ഷേത്രം ആര് നയിക്കും? അതും നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പോൾ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇന്ന് കള്ളന്മാരും കൊള്ളക്കാരുമാണ് ശബരിമല അമ്പലത്തിലെ ഈ മോഷണം നടത്തിയിരിക്കുന്നത്. അവരെ പുറത്താക്കുക തന്നെ വേണം, അവരെ ജയിലിൽ അടയ്ക്കണം. ബഹുമാനപ്പെട്ട കോടതിയുടെ അന്വേഷണത്തിൽ മലയരയ മഹാസഭയ്ക്ക് 100% വിശ്വാസമുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ശരി, ചർച്ചയുടെ അവസാനത്തെ മിനിറ്റുകൾ. ശങ്കുട്ടിദാസ്, ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിലും ഈ വിഷയം എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ആളുകളും, ബഹുഭൂരിപക്ഷം ആളുകളും രാഷ്ട്രീയ ഭേദമന്യേ ഇതിൻ്റെ കൃത്യമായ പ്രതികളിലേക്ക് എത്തി കൃത്യമായ ശിക്ഷ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അന്വേഷണം പൂർത്തീകരിക്കാനും ആ കുറ്റപത്രം നൽകി കുറ്റക്കാരായ ആളുകൾ ശിക്ഷിക്കപ്പെടാനുമുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വളരെ നിർണായകമല്ല. ഈ ഒരു അറസ്റ്റോടുകൂടി അന്വേഷണത്തിനെതിരെ എന്തോ വലിയ സംശയങ്ങളൊക്കെ ഉണ്ടാവുക, അതിൻ്റെ പ്രകടനങ്ങൾ ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതല്ല ഏറ്റവും കുറഞ്ഞത് ഒരു മാസത്തേക്കെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടികൾക്ക്. അല്ല, തീർച്ചയായിട്ടും അല്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി സമയാസമയത്ത് ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വം. അതല്ലാതെ ഒരു അന്വേഷണം നടക്കുന്നു, അന്വേഷണം കഴിയുന്നത് വരെ ആരും ഉണ്ടാതിരിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. അന്വേഷണം വഴിതെറ്റി പോകുന്നതെന്ന് തോന്നുന്ന ഘട്ടത്തിൽ അതിനെ കൃത്യമായിട്ട് ഇടപെടാനും തിരുത്താനും പൊതുസമൂഹത്തിൻ്റെ ജാഗ്രത അതിലേക്ക് കൊണ്ടുവരാൻ എല്ലാ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട്. ഇവിടുത്തെ ഓർഡറാണ് പ്രശ്നം. നമ്മൾ ഈ ചർച്ചയിൽ ആദ്യം മുതൽക്ക് ചർച്ച ചെയ്യുന്നത് റിമാൻഡ് റിപ്പോർട്ടിനെ പറ്റിയിട്ടാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് തന്ത്രിയെ പറ്റി പറയുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ക്രിമിനൽ ഒമിഷനാണ് പറയുന്നത്. അതായത് 1998 ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന വിവരം തന്ത്രിക്ക് അറിയാം. എന്നിട്ടും ഇത് ചെമ്പാണെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് ഒരു ഉത്തരവ് ഇറക്കിയപ്പോൾ ഈ കാര്യം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും അതിനെതിരെ പ്രതികരിച്ചില്ല, അത് തിരുത്തിയില്ല. 2, ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ദേവന്റെ അനുജ്ഞ മേടിക്കണമെന്ന് തന്ത്രിക്ക് അറിയാമായിരുന്നു. ദേവന്റെ അനുജ്ഞ ഇല്ലാതെ ഈ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് പോകുന്നത് ആചാരവിരുദ്ധമാണെന്നും തന്ത്രിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും തന്ത്രി അതിൽ ഇടപെട്ടില്ല, അത് തടഞ്ഞില്ല. തൻ്റെ അനുമതി ഇല്ലാതെ, ദേവന്റെ അനുജ്ഞ ഇല്ലാതെ ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ എടുത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെതിരെ ദേവസ്വം ബോർഡിനെ വിയോജിപ്പ് അറിയിക്കണമായിരുന്നു, അത് ചെയ്തില്ല. അതിനുശേഷം ഈ സ്വർണ്ണപ്പാളികൾ തിരിച്ചു കൊണ്ടുവന്ന
കൊണ്ടുപോകുന്ന സമയത്ത് ഇത് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളികളല്ല, ഇതിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്ത്രിക്ക് മനസ്സിലാവുമായിരുന്നു. എന്നിട്ടും ആ സമയത്ത് ആ വിഷയം ഉന്നയിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന താൻ ഇടപെടേണ്ടിയിരുന്ന ഘട്ടങ്ങളിലൊന്നും അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അദ്ദേഹം മൗനാനുവാദം കൊടുത്തു, അദ്ദേഹം മ്യൂട്ട് സ്പെക്ടേറ്റർ ആയി എന്നുള്ളതാണ്. നോക്കൂ, അങ്ങനെയുള്ള ഒരു ക്രിമിനൽ എന്താ പറയുക, ഒരു ഒമിഷൻ എന്ന് പറയുന്നത് തൻ്റെ മുന്നിൽ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ തനിക്ക് ഇടപെട്ടാൽ അത് തിരുത്താമായിരുന്ന സാഹചര്യത്തിലും അത് ചെയ്യാതെ അത് നടക്കാൻ അനുവാദം കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്, 100% ശിക്ഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അവിടുത്തെ കാര്യം, ഇത് ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടല്ലേ ചെയ്യുന്നത് നോക്കി നിന്ന ആൾ ശിക്ഷിക്കപ്പെടേണ്ടത്. ഈ കാര്യം ചെയ്തിട്ടുള്ള ആളുകൾ, സ്വർണം കടത്തിയിട്ടുള്ള ആളുകൾ, സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ടുപോയിട്ടുള്ള ആളുകൾ, ശബരിമലയിൽ ഇത്രയും വലിയ സ്വർണ്ണ നിക്ഷേപം ഉണ്ട്, അതിന് ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട്, അത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പകരം വളരെ കുറഞ്ഞ അളവിലുള്ള സ്വർണം പൂശിയിട്ട് നമുക്ക് ആളുകളെ കബളിപ്പിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അതിനൊരു പദ്ധതി തയ്യാറാക്കി അതിനു വേണ്ടിയിട്ട് ആ സമയത്ത് ഒരു വിവാദം ഉണ്ടാക്കി, ഒരു മതിലുണ്ടാക്കി, ആളുകളുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോയി ആ സമയത്ത് സ്വർണം കടത്തുകയും അതിനുശേഷം തങ്ങളുടെ സ്വന്തക്കാർ തന്നെ ആ സമയത്ത് ശബരിമലയുടെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നു എന്ന് ഉറപ്പാക്കുകയും പിന്നീട് ആ പീരീഡിൽ അദ്ദേഹത്തെ വീണ്ടും പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ഇത്രയും ചെയ്തിട്ടുള്ള ആളുകൾ അത് ശിക്ഷിക്കപ്പെടുന്നില്ല. പ്രശാന്തിനെതിരെ കൃത്യമായിട്ട് ഹൈക്കോടതി അദ്ദേഹത്തിന് മൂക്കിൽ സംഭവിച്ചു. ശരി ജയിക്ക്. അപ്പൊ ഇത് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല, നോക്കി നിന്ന ഓർഡർ ചോദ്യം ചെയ്യുന്നത് റിമാൻഡ് റിപ്പോർട്ടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹത്തിന് ആഭിമുഖ്യമുള്ള ചില ആളുകളെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയാണോ എന്നൊരു സംശയമുണ്ട്. ഇതേ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞിട്ടില്ലാത്തൊരു ഭാഗമുണ്ട്. അതായത് റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു പേജിൽ ഈ പോലീസ് അറസ്റ്റിന് നേതൃത്വം നൽകിയിട്ടുള്ള SP ശശിധരന്റെ ഫോണിൽ നിന്നും ഇദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം ആദ്യം ആരെ വിളിച്ചറിയിക്കണമെന്ന് ചോദിക്കുന്നു. അറസ്റ്റിന് വിധേയമാക്കപ്പെട്ട ഈ രാജീവര് ആരെയാണ് ആദ്യം വിളിക്കുന്നത്? 9447726629 ആരാണെന്ന് ആങ്കർക്ക് അറിയുമോ? എന്റെയും ആങ്കറുടെയും ഈ പറയുന്ന പാനലിസ്റ്റിന്റെയും ഒക്കെ കൂടെ പലപ്പോഴും BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായി ചർച്ചയിൽ പങ്കെടുക്കാറുള്ള അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, അദ്ദേഹത്തെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഈ ബഹുമാനീയ വ്യക്തിത്വം ആദ്യം ഫോണിൽ വിളിക്കുന്നത്. എന്തുകൊണ്ട് BJP പ്രതിനിധി രാഷ്ട്രീയ ആഭിമുഖ്യത്തോടുകൂടെ സഹോദരിയുടെ ഭർത്താവാണ്, ആ രീതിയിൽ അദ്ദേഹം വക്കീലാണെന്നുള്ള രീതിയിലാണ് നിയമോപദേശത്തിന് വക്കീലായിട്ടുള്ള ഒരാളെ വിളിച്ചത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ബ്രഹ്മദത്തിനെ വിളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അദ്ദേഹം ആദ്യം തന്നെ വക്കീലിനെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ അളിയനാണ്. ശരി വിളിക്കാണ്ട് പറ്റില്ല. ശരി, ഓക്കെ, ശരി, ആയിക്കോട്ടെ, ശരി. അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവിനെ വിളിക്കുന്നതിൽ യാതൊരു അപാകവും പറഞ്ഞോളൂ. ജയിക്ക് കംപ്ലീറ്റ് ചെയ്യൂ. അപകടമില്ല. എന്തിനാണ് തീർച്ചയായിട്ടും. അത് നമ്മുടെ ഈ പറയുന്നത് പോലെ അഭിഭാഷക പണ്ഡിതൻ എന്ന നിലയിൽ അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എല്ലാവരും ഓവർലാപ്പ് ചെയ്തിട്ട് ഇടപെട്ടല്ലോ, ഞാൻ മിണ്ടിയില്ലല്ലോ. ഇത് മര്യാദയല്ലെന്ന് പറയുന്ന BJP പ്രവർത്തനം അറിയാം, ഇരിക്കട്ടെ. അപ്പോ അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവും അഭിഭാഷകനും എന്ന നിലയിൽ മാത്രമാണ് വിളിച്ചത്. അദ്ദേഹത്തിന്റെ BJP ബന്ധം ചർച്ച ചെയ്യേണ്ടതില്ല, ഇരിക്കട്ടെ. റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കാത്തൊരു കാര്യം ഞാനെടുത്ത് പറഞ്ഞേ ഉള്ളൂ. ഇനിയും തന്ത്രിയെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും ഈ അദ്ദേഹത്തിന് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? റോങ്ഫുൾ ഗെയിൻ ഉണ്ടോ, ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടോ? അങ്ങ് അഭിഭാഷകനാണല്ലോ. ഏതെങ്കിലും റിമാൻഡ് റിപ്പോർട്ടിൽ റോങ്ഫുൾ ഗെയിനെ സംബന്ധിച്ചോ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനെ സംബന്ധിച്ചോ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടാണോ ഇവരെ അറസ്റ്റിന് നീക്കം നടത്തുക? അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരികെ ചോദിക്കാലോ, അങ്ങ് സൂചിപ്പിച്ച രാഷ്ട്രീയ ബന്ധമുള്ള കോൺഗ്രസ്, BJP, CPM ഇതിനകത്തുണ്ടല്ലോ, ജയശ്രീ, മുരാരി ബാബു, ആളുകൾ ഉൾപ്പെടെ. ഇതെന്തൊരു മര്യാദകളാണ്, മര്യാദകളാണ്. മനസ്സിലാവുന്നില്ല. നമുക്ക് സമയം കഴിഞ്ഞു. അല്ല, ഇതെന്തൊരു മര്യാദകളാണ്. കൺക്ലൂഡ് ചെയ്യൂ. അപ്പൊ ഏതെങ്കിലും ഒരു റിമാൻഡ് റിപ്പോർട്ട് റോങ്ഫുൾ ഗെയിനോ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനോ മറ്റേതെങ്കിലും പ്രതികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ? ശരി, നമ്മള് ഞാൻ ആ പോയിന്റ് എടുക്കുകയാണ്. കാരണം വെച്ചാൽ റിമാൻഡ് റിപ്പോർട്ട്, അറസ്റ്റ് മെമ്മോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു ക്രൈമിന്റെ മുഴുവൻ കാര്യങ്ങളുടെയും ഡീറ്റെയിലിംഗ് അല്ല. ഓക്കെ, നമുക്ക് ഇപ്പോൾ ചർച്ച അവസാനിപ്പിക്കാൻ നാളെ ചെയ്യാലോ. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.